നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് നിത്യനായ ദൈവത്തെ സ്തുതിക്കുവാനും തൻ്റെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും കലുഷിതമായ ഈ ലോകക്രമത്തിൽ നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി ദൈവത്തിൻ്റെ വചനം വെളിപ്പെട്ട് കിട്ടുവാൻ, ആ വെളിപ്പാടിനനുസരിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ കൂടിവരവുകൾ ഉദകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവസന്നിധിയിൽ ആശിക്കുകയാണ്. കഴിഞ്ഞ ചില ആഴ്ചകളായി നാം നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോവുകയായിരുന്നു. അങ്ങനെ മറുപടി പറഞ്ഞു വന്നപ്പോൾ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാത്തത് എന്താണ് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി നമ്മളിങ്ങനെ പറഞ്ഞു വന്നു. അതൊരു 2 ഭാഗമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണമൊക്കെ പിന്നീട് ആവശ്യമായി വന്നു. അതിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ആ വീഡിയോയുടെ അടിയിൽ തന്നെ തൻ്റെ ഒരു സന്ദേഹം അറിയിച്ചു കമൻസിലൂടെ. അതായത് പ്രിയപ്പെട്ട അച്ഛൻ നമ്മോട് കമൻസിലൂടെ പറയാനിടയായ കാര്യം എന്ന് വെച്ചാൽ 1-2 കമൻസ് ഉണ്ടായിരുന്നു. അതിലെ ഒരു കമൻസാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച 1-2 കമൻ്റ് ഉണ്ടായിരുന്നു. അതിലൊരു കമൻ്റാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത്. അതായത് അച്ഛൻ ചോദിക്കുന്നത് ഈ വേദപുസ്തക പ്രകാരം ജീവിക്കുന്ന എത്ര പെന്തിക്കോസുകാരുണ്ടെന്നുള്ളതാണ് അച്ഛൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ മറുപടി പറഞ്ഞു, 900 പെന്തിക്കോസുകാരുണ്ട്. അവരെല്ലാം എങ്ങനെ ജീവിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് അറിയാവുന്ന നമ്മുടെ സർക്കിളിൽ വേദപുസ്തക സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അതേസമയം ജഡത്തിൽ ജീവിക്കുന്ന പെന്തിക്കോസുകാരുണ്ട്. ഇപ്പോൾ ഒരു പ്രസംഗൻ എന്നുള്ള നിലയിൽ എന്നോടാണല്ലോ ചോദ്യം വന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ലെങ്കിലും എനിക്ക് എൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റും. ഞാൻ ഈ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് ഉത്സാഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ വചനത്തിൽ അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്നൊക്കെ ഉള്ള ഒത്തിരി ചോദ്യങ്ങൾ വരും. അതിൽ നമ്മളെ അറസ്റ്റ് ചെയ്ത് നിർത്തുമാറുള്ള ചോദ്യമാണ് 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതായത് ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്നുള്ളത്. അതൊരു ക്വസ്റ്റ്യനായിട്ട് അച്ഛൻ റേസ് ചെയ്തായിരുന്നല്ലോ മുന്നമ്മേ. ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് നിങ്ങൾ വിചാരിക്കുമോ എന്ന്. അപ്പോൾ അതിന് വളരെ മനോഹരമായ നിലയിൽ നമ്മൾ മറുപടി പറഞ്ഞു, യെസ്, അത് തിരുവഴുത്തിൻ്റെ ഭാഗമാണെങ്കിൽ, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്നു. അതിനെ സംബന്ധിച്ച് 3-4 പ്രസംഗങ്ങൾ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് വരെ പറഞ്ഞു. ഇനി അതിൽ കൂടുതൽ വേറെ എന്ത് കാര്യമാണ്? ഏറ്റവും വലിയൊരു വിഷയമല്ലേ ഇപ്പോൾ ഈ മലയാളി ക്രൈസ്തവരുടെ ഇടയിലുള്ള ഉണ്മാനൊടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ലല്ലോ. ധാന്യവും വീഞ്ഞും വർദ്ധിക്കണം എന്നുള്ളതാണ് മലയാളി ക്രൈസ്തവ ലോകം. അതിൽ പെന്തിക്കോസ്റ്റിനോ ഓർത്തഡോക്സിനോ ഒന്നും വ്യത്യാസമില്ല. ധാന്യവും വീഞ്ഞും വർദ്ധിക്കുക, അതിനുള്ള 3 കുർബാനയും 12 കുർബാനയും അതിനുള്ള 21 ദിവസ ഉപവാസവും ഒക്കെയാണല്ലോ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ധാന്യവും വീഞ്ഞും വർദ്ധിക്കുക, പാണ്ഡികശാലകൾ പൊളിച്ചു പണിയുക, അതിന് കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നൊരു ഒരു അഭിമാനമായി കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റി അങ്ങനെയല്ല, ഉണ്മാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു അന്തസത്തയുണ്ടല്ലോ. ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ അത് ആ ഭാഗം തീർന്നു. അച്ഛൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി അങ്ങനെ വന്നു. നമ്മളത് പ്രസംഗിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ കൂടുതൽ ചങ്ക് മുഴുവനും തുറന്ന് കാണിക്കാൻ പറ്റുമോ? നമ്മൾ ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നേ, അച്ഛൻ പറഞ്ഞത് അംഗീകരിക്കുന്നു. പക്ഷേ തിരിച്ച് നമ്മൾ ചോദിക്കില്ലെന്ന് പറഞ്ഞു. നമ്മളെ എത്ര നിർബന്ധിച്ചാലും തിരിച്ചൊരു ഓർത്തഡോക്സുകാരനോടോ ഒരു ഓർത്തഡോക്സ് അച്ഛനോടോ മെത്രാനോടോ കാതോലിക്കയോടോ പോലും നമ്മൾ ചോദിക്കില്ല, ബൈബിൾ അനുസരിച്ചോ അല്ലെങ്കിൽ ഈ അപ്പോസ്തലന്മാർ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ നമ്മൾ ചോദിക്കില്ല. കാരണം നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചോദിക്കില്ല. അവരെ ഒരു സംഭ്രമത്തിലേക്ക് തള്ളിവിടില്ല, അല്ലെങ്കിൽ അവരെ ഒരു വിഭ്രമ ലോകത്തേക്ക് നമ്മൾ തള്ളിവിടില്ലെന്നുള്ളൊരു കാര്യവും നമ്മളന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്, നിങ്ങൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊക്കെ ഈ ന്യായവിധിയെക്കുറിച്ചും മറ്റുമൊക്കെ പറഞ്ഞ ആളുകളെ വിഭ്രമ ലോകത്തിലേക്ക് വിടുകയാണെന്നുള്ളതാണ് അച്ഛനെ പറഞ്ഞു വന്നത്. അതിൻ്റെ മറുപടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കമൻറ്റിൽ നിന്നുള്ള ഈ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മറുപടികൾ പറഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ അതിനോട് ചേർത്ത് 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞ് പിന്നെ ജനറലായിട്ടുള്ള ചില വിഷയങ്ങളും കൂടെ പറഞ്ഞ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത 2 ചോദ്യങ്ങളും കൂടെ അച്ഛൻ്റെ പെൻഡിങ്ങിലുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് എടുക്കാം. ആ ചോദ്യങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങളും കൂടെ ഒന്ന് ചേർത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതിൽ ഇനിയുള്ള ചോദ്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് എന്താണ്?
അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിലാണ് ഒന്ന് പറഞ്ഞ് രണ്ടിനെ എല്ലാം യേശു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധ റൂഹ എന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് നമുക്ക് സമയമെടുത്ത് പറയേണ്ടതാണ്. പിന്നെ യഹോവ എന്ന നാമം കേൾക്കുന്നത് ഓർത്തഡോക്സുകാർക്ക് ചതുർത്ഥിയാണ്. ആ നാമം കേട്ട് കഴിഞ്ഞാൽ തന്നെ അവർ ഹാലിളകുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മെ സംബന്ധിച്ച് യാഹാം ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനും സൃഷ്ടാവുമാണെന്ന് പറയുന്നവരാണ്. അങ്ങനെ പറയുന്നവരാണ് വേർപെട്ടവർ. ഈ സിറിയൻ സമൂഹത്തിന് അത് ബുദ്ധിമുട്ടാണ്. യഹോവ അവരുടെ ദൈവമാണെന്ന് പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ നമ്മൾ പിന്നാലെ പതിയെ പതിയെ ഓരോന്ന് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പശ്ചാത്തലം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വെളിപ്പാട് പുസ്തകവുമായി ബന്ധപ്പെട്ട് ന്യായവിധിയോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു. അതിന് ഓർത്തഡോക്സിലെ അച്ഛൻ നമ്മോട് ഇങ്ങനെ കമൻസി പറഞ്ഞെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ വേറെ ചില യാക്കോബായ കോറപ്പിസ്കോപ്പന്മാരൊക്കെ ആയിട്ട് മുന്നമേ സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന ചില ആശയങ്ങൾ ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു അവരോട്, നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള ദൈവശാസ്ത്രം എന്താണ്? എനിക്ക് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല വേണ്ടത്, അത് വേണേൽ പിന്നെ പറഞ്ഞു. എനിക്ക് വേണ്ടതൊരു സമൂഹം എന്ന നിലയിൽ നിങ്ങൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തതയ്ക്കാണ്. കാരണം ചുമ്മാ ഏതെങ്കിലും വിശ്വാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനും വല്ലതും അറിയാവോ പറയാനായിട്ട്. അതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെന്നുള്ള നിലയിൽ അങ്ങയോട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നത്. എനിക്ക് അതിൻ്റെ മറുപടി സദയം തരണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള സംസാരമാണ് വെളിപ്പാട് പുസ്തകത്തിൽ എത്തിച്ചത്. അതിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ നരകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് നിപ്പി പൊട്ടിത്തെറിച്ചു. വളരെ ശാന്തമായി സംസാരിച്ചുകൊണ്ടിരുന്നയാൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. നമ്മളും ഭയന്നുപോയി. എവിടെയെങ്കിലും ലൂസ് കണക്ഷൻ ആണോ എന്താണോ പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇന്നലെ ഓടിക്കൊണ്ടിരുന്ന ഒരു BMW കാർ എവിടെയോ കേരളത്തിൽ കത്തുപിടിച്ചിട്ടുണ്ട്. ഒരു ന്യൂസ് ഹെഡിങ് കണ്ടതാണ്, ഓടിക്കൊണ്ടിരുന്ന BMWന് തീ പിടിച്ചെന്ന്. അപ്പോൾ അത് എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്റ്റ് ആയിരിക്കും അങ്ങനെ ഈ കത്തുപിടിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ആ സംസാരത്തിനിടയ്ക്ക് എവിടെയോ ലൂസ് കോണ്ടാക്റ്റ് വന്നു. അതേ ബാറ്ററിയിൽ വല്ലോ ക്ലാവ് വന്നാണെന്നറിയില്ല, പെട്ടെന്ന് ചൂടായി കളഞ്ഞു. ചൂടായിട്ട് പുള്ളി എൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ നരകത്തെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് ജനത്തെ മുഴുവനും ഭയപ്പെടുത്തുന്ന കൂട്ടരാണ്. ദൈവ സ്നേഹമാണ്, ആ സ്നേഹത്തെക്കുറിച്ച് എന്തുകൊണ്ട് പ്രസംഗിക്കുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. ഇത് യാക്കോബയിലെ അച്ഛൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, സീനിയർ കോറപ്പിസ്കോപ്പയുടെ കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ് ദൈവസ്നേഹമാണെന്ന്. ദൈവസ്നേഹമാണ്, ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം, ആ സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറയുന്ന യാക്കോബക്കാരൻ ഒരു പെന്തിക്കോസുകാരനെ വഴിയിലെങ്ങാനും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ നോട്ടം കാണണം. സ്നേഹമാണ്, അഗാപ്പെ പ്രേമമാണ്, അഗാപ്പെ പ്രേമം. അതേ കാര്യം തന്നെ നമ്മുടെ ഓർത്തഡോക്സിലെ സീനിയർ മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് കാലം ചെയ്തിരിക്കുന്നു. പുള്ളി ഒത്തിരി നാളായി, 2012 കാലം ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അഗാപ്പെ ലവ്. അതാണ് ക്രിസ്തീയ സ്നേഹം എന്ന് പറയുന്നത്. അതാണ് അത് എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നതാണ്. തർക്കമൊന്നുമില്ല, നമുക്കും അതിൽ തർക്കമല്ലോ ഉണ്ടോ? ഒരു തർക്കവുമില്ല. പുതിയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കുറഞ്ഞത് 3-4 വാക്കുകളുണ്ട് ഗ്രീക്കിൽ. നമ്മളെല്ലായിടത്തും ലവ് അല്ലെങ്കിൽ സ്നേഹം എന്ന് കാണുമ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ സ്നേഹം, ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്ന സ്നേഹം, അവിടെയാണ് അഗാപ്പെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അഗാപ്പെ എന്നുള്ള വാക്ക് അവിടെ കടന്നു വരുന്നു. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത പദങ്ങൾ കൊണ്ടാണ് ആ കാര്യം അലങ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും പ്രായോഗിക തലത്തിൽ നമ്മൾ കാണുന്നില്ല. പ്രായോഗിക തലത്തിൽ അപ്പോൾ പെന്തിക്കോസുകാരനെ സംബന്ധിച്ച് നമ്മൾ അവിടെയും നോക്കണം. അവരും സ്നേഹത്തിൻ്റെ അപ്പോസ്തലന്മാരല്ലേ. അതായത് ഈ ഭൂമിയിൽ യോഹന്നാൻ 3:16 എന്ന വാക്യം എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് വേർപെട്ട ദൈവജനമാണ്. അതായത് ബ്രദറുകാരും പെന്തിക്കോസുകാരും ബാപ്റ്റിസ്റ്റുകാരും ഇവരൊക്കെ കൂടുന്ന ആ ഒരു സമൂഹമാണ് ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത്. ബൈബിളിൽ നിന്നൊരു വാക്യം കുറിവാക്യമായിട്ടെടുത്ത് ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ള വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ നിശ്ചയമായും നമുക്ക് പറയാം യോഹന്നാൻ 3:16 ആണെന്ന്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ച ആ വാത്സല്യം, ആ പിതൃസ്നേഹം, തൻ്റെ പുത്രനെ കാൽവറിയിൽ കൈവിട്ട് കളഞ്ഞ ആ സ്നേഹത്തിൻ്റെ ആഴങ്ങളൊക്കെ വർണ്ണിക്കാൻ തക്കവണ്ണം ആ വാക്യങ്ങളെടുത്ത് ഭൂതലത്തെ ചലിപ്പിച്ചവരാണ് ഈ പറഞ്ഞ സമൂഹങ്ങൾ. അതിൽ വിശേഷപ്പെട്ട ഒരു സമൂഹമാണ് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്. അത് ഞാൻ അഭിമാനപൂർവ്വമാണ് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും പെന്തിക്കോസ്തുകാരുടെ ഇടയിൽ ഇപ്പോൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ എന്ന്. അതൊക്കെ ഉണ്ടാവും, നിശ്ചയമായും ഉണ്ടാവും. പല കാര്യങ്ങളും കാണും കേൾക്കുകയൊക്കെ ചെയ്യും.
അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും ഏർപ്പെടുന്ന ആളുകളൊക്കെ അവസാനം ഒരു തീരത്തണയും, ഏതെങ്കിലും ഒരു തീരത്ത് ചെന്ന് ചേരും. മനസ്സിലായി കാണില്ലായിരിക്കും. അപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്ന പെന്തിക്കോസുകാരനുണ്ടെങ്കിൽ അവൻ അവസാനം ചെന്നെത്തുന്നത് ദൈവവചനത്തെ നിന്ദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. അല്ലാതെ അവൻ വിശ്രമത്തിലേക്ക് ഒരിക്കലും കടന്നു പോകില്ല, ശുഭതയിലേക്ക് പോകത്തില്ല. അവരെ മുൻനിർത്തിക്കൊണ്ടല്ല നമ്മളൊരാശയം പറയുന്ന ഒരു ഉപദേശം സ്ഥാപിക്കുന്നത്. സത്യവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് തങ്ങൾ ഒരു വാഗ്ദത്ത ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവ് ഒരുക്കുന്ന ആ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനക്കൂട്ടം ഇവിടെയുണ്ട്. ജനക്കൂട്ടമൊന്നുമില്ല, ഒരു ജനവർഗം ഇവിടെയുണ്ട്, ഒരു ശേഷിപ്പ് ഇവിടെയുണ്ട്. അവരെയാണ് ഞാൻ ഈ പെന്തിക്കോസുകാരെന്ന് പറഞ്ഞതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളൊരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ നടുവിൽ സ്വാഭാവികമായിട്ടും എല്ലാം ഉണ്ട്. ഇവിടെ പ്രവാചകനുണ്ട്, കള്ളപ്രവാചകനുമുണ്ട്, ഉപദേഷ്ടാവും ദുരുപദേഷ്ടാവും എല്ലാ സൈസ് ആൾക്കാരും ഇവിടെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. കാരണം ഇവിടെ സത്യവിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. അവരെ പരിശോധിക്കും, പരീക്ഷിക്കും. ഇതെല്ലാം അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. നിശ്ചയമായും പത്രോസ് പറഞ്ഞിട്ടുണ്ട്, 1 പത്രോസ് 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് നാനാ പരീക്ഷകളുണ്ടാകുമെന്ന്. അതുപോലെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയുണ്ടെന്ന്. ഇതൊന്നും ഇവിടുത്തെ എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിൽപ്പെട്ട ആർക്കും ബാധകമല്ല. അവിടെ അങ്ങനത്തെ വെല്ലുവിളികളില്ല, ചലഞ്ചസ് ഇല്ല. വല്ല കാലത്തും പള്ളിയിൽ പോകുന്ന ആൾക്കാരാണ് ഏറിയ പങ്കും. പിന്നെ റെഗുലറായിട്ട് എല്ലാ ആഴ്ചയിലും പോകുന്ന കുറേ സഹോദരിമാർ മാത്രം കാണും, കുറേ സഹോദരിമാർ. പിന്നെ റൊട്ടേഷൻ അനുസരിച്ച് 3 മാസം കൂടുമ്പോൾ പള്ളിയിൽ പോകുന്നവരുണ്ട്, 2 മാസം കൂടുമ്പോൾ പോകുന്നവരുണ്ട്. അങ്ങനെ ആളുകൾ റൊട്ടേഷനിൽ അവിടെ വരും. വലിയ സംഖ്യ ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഒരു 10-100 പേര് കാണും. അത് റൊട്ടേഷനിൽ വരുന്ന, എല്ലാ ആഴ്ചയിലൊന്നും വരുന്നതല്ല. റൊട്ടേഷൻ പ്രമാണിച്ച് 6 മാസം കൂടി വരുന്നവരൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു, അവിടെ നേർച്ചയിട്ടു, കൈമുത്തി, അത്യാവശ്യം കാരണന്മാരൊക്കെ കിടക്കുന്ന ആ കുഴിയുടെ അവിടെ പോയി ഒന്ന് ധൂപം വെച്ച് 5-10 രൂപ അതിന് കൊടുക്കേണ്ടി വരുമായിരിക്കും. അതും കൊടുത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഇത്തിരി പോത്തിറച്ചിയും കൂട്ടി അത് ദഹിക്കാൻ വേണ്ടിയിട്ടുള്ള സോമരസവും ഒക്കെ ആയിട്ട് അങ്ങനെ കാലം കഴിക്കുന്ന മനുഷ്യരാണ് ഈ മനുഷ്യരൊക്കെ. അവിടെ പരിശോധനയുടെയും പരീക്ഷയുടെയും വിഷയങ്ങളൊന്നും ഉദിക്കുന്നില്ല. അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കും? ഇതേ കാര്യം തന്നെ ആവർത്തിക്കും. ജീവിതത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വിശുദ്ധ ബൈബിളിൻ്റെ ഉപദേശ സത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ പ്രകാരം ജീവിക്കുന്നവരെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞ പരിശോധനകളും പരീക്ഷകളും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നവർ അവരുടെ ഇടയിലേക്ക് കടന്നു വരും. അതിന് തെളിവാണ് എഫേസ്യസ് സഭക്കാരുടെ നടുവിലേക്ക് കള്ളയപ്പോസ്തലന്മാർ കടന്നു വന്നത്. അവർ ആത്മാവിൽ തിരിച്ചറിഞ്ഞതിനെ കൈയോടെ പിടികൂടി. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, അവിടെ അങ്ങനെയുള്ളവർ കടന്നു വരും. അതുപോലെ തന്നെ ഉപദേശ പെശകുകാർ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കുമെന്നൊക്കെ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉപദേശ പെശകുകാർ എഴുന്നേക്കുമെന്നൊക്കെ അതൊക്കെ ഞങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ഉപദേശ പെശകുകാർ എഴുന്നേക്കുന്നുണ്ട്. പിന്നെ കൂടിയ ചെന്നായ്ക്കളൊക്കെ പുറത്തുനിന്ന് തന്നെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ കയറി വരുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ തന്നെയുള്ള സീനിയർ പാസ്റ്റേഴ്സ് പോലും ചില സമയത്ത് വാതിൽ തുറന്നു കൊടുക്കും. മസ്റ്റ് വെൽക്കം, കടന്നു വന്നാട്ടെ, ചായ കുടിച്ചിട്ട് പിരിയാം, അല്ലെങ്കിൽ മൈക്ക് പിടിച്ചോ, ഒരു 10 മിനിറ്റ് സംസാരിക്കുന്ന ഞങ്ങളുടെ സീനിയർ പാസ്റ്റർമാർ തന്നെ ചിലപ്പോൾ പറഞ്ഞു കളയും. ചില നേരത്ത് അവർ ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയമായിരിക്കും. ആ സമയം നോക്കിയായിരിക്കും ഈ പുള്ളികൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരനുവദിക്കും. പിന്നെ ഞങ്ങളുടെ ഇടയിലുള്ള കുഞ്ഞാടുകളെയൊക്കെ 1-2 അവർ കടിച്ചിട്ടാ പോവുള്ളൂ. അങ്ങനെ കടിച്ചു പറിച്ചിട്ടൊക്കെ പോവും. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ജാഗ്രതയോടെ ഇരിക്കുന്നവർക്ക് അപകടം സംഭവിക്കാറില്ല. ജാഗ്രതയില്ലാതിരിക്കുന്ന ആളുകളെ ഈ പറഞ്ഞ ചെന്നായി കടിച്ചിട്ട് പോവുക മാത്രമല്ല, ചിലതിനൊക്കെ ചെന്നായി കടിച്ച് തൂക്കിയെടുത്ത് അങ്ങനെ കൊണ്ടുപോകും. തൂക്കിയെടുത്ത് അവരുടെ പാളയത്തിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഈ ശരിയായ പാതയുടെ ഒരു രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെയും പറയുകയാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച, അച്ഛൻ പറഞ്ഞതിൻ്റെ 2 അച്ഛന്മാരും പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച, ന്യായവിധിയെക്കുറിച്ച് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചിരുന്നു, യേശുക്രിസ്തു മുന്നമേ പ്രസംഗിച്ചിരുന്നു. അതിൻ്റെ തെളിവായിട്ട് നമ്മൾ കുറേ റെഫറൻസുകൾ കഴിഞ്ഞ ആഴ്ച റേസ് ചെയ്തിരുന്നു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച എല്ലാമല്ല, ഒരു 3-4 റെഫറൻസുകൾ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് മുന്നമേ യേശുക്രിസ്തു സുവിശേഷത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ, നിത്യനരകത്തെക്കുറിച്ച്, വെറും നരകമല്ല, നിത്യനരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് കപടഭക്തിക്കാരോടുള്ള ബന്ധത്തിൽ, അങ്ങനെ പലരോടുമുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. കേട്ടില്ലെന്ന് ആരും പറയരുത്. അപ്പം ഈ പറയപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പറയുന്നത് നരകമെന്ന് പറയുന്നൊരു യാഥാർത്ഥ്യമാണ്.
അതായത് സിറിയൻ സമൂഹത്തിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. കാത്തലിക്സ് വിശ്വസിക്കുന്ന രീതി അതല്ല. സിറിയൻ സമൂഹം പറയുന്ന നരകമുണ്ട്, അതിനകത്ത് മനുഷ്യനെ ഇടുന്നില്ലെന്ന് അവർ പറയുന്നത്. അതിന് പകരം സാത്താനെ അവൻ്റെ ദൂതന്മാരെ ഇടുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അവരുടെ ചൊല്ലലുകളിലൊക്കെ മനുഷ്യൻ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ വർത്തമാനവും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം വെളിപ്പെട്ട് വരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇവർ ഈ അനുതി കൊല്ലുന്നത് എന്തിനു വേണ്ടിയാണ്? കീഴേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നതുകൊണ്ടാണല്ലോ അനുതിയൊക്കെ ചൊല്ലി ആളുകളെ കയറ്റിവിടാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മനുഷ്യരെ വിടുന്നില്ലെങ്കിൽ പിന്നെ ഈ ആളുകളുടെ 5 രൂപ നഷ്ടപ്പെടുത്തണോ? ഒരു അനുതയ്ക്ക് 5 രൂപ കൊടുക്കണ്ടേ? ഈ 5 രൂപ എന്തിനു വെറുതെ മേടിക്കുന്നു? അങ്ങനത്തെ ഒരു സംഭവം ഇല്ലെങ്കിൽ പിന്നെ ഈ ആളുകളെ കൊണ്ട് അങ്ങനത്തെ ഈ കുഴിയുടെ അവിടെ പോയി നിന്നുള്ള ധൂപം വെപ്പും അതൊക്കെ ചടങ്ങല്ലേ. പള്ളിക്കകത്ത് നിന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ദൈവസ്നേഹത്തെ വർണ്ണിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് നമ്മൾ തെറ്റി ഒഴിഞ്ഞിരിക്കുന്നു, ഇനി നരകം മനുഷ്യർക്കില്ല, യേശുക്രിസ്തു അതെല്ലാം നീക്കി, നരകം നീക്കി എന്നൊക്കെ പറഞ്ഞൊരു ഗീതമൊക്കെ പാടി അങ്ങനെ സന്തോഷത്തോടെ പിരിയാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളുമായിട്ട് പൊരുത്തം വരുന്നില്ല. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? നമ്മൾ പറയുന്നത് ന്യായവിധി ഉണ്ടെന്നുള്ളതാണ്. ന്യായവിധിയുണ്ട്. അതിനെക്കുറിച്ചൊരു വാക്യമുണ്ടല്ലോ, യോഹന്നാൻ 3:19, അതല്ലേ? ഗോസ്പൽ ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 19. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വളരെ സ്പഷ്ടമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ന്യായവിധി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. വെളിച്ചം ലോകത്തിൽ വന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്ന് യേശുക്രിസ്തു മുന്നമേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചം ഭൂമിയിലേക്ക് വന്നതിന് ശേഷം മനുഷ്യർ പിന്നെയും ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ ന്യായവിധിയിലേക്ക് കടന്നു പോകും, അല്ലേ? വെളിച്ചം ലോകത്തിലേക്ക് വന്നു, ആ വെളിച്ചത്തെ സ്നേഹിച്ച് അത് കൈക്കൊള്ളണം. അങ്ങനെ റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എവിടെയാ? 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് സമാനമായ ആശയം അവിടെ നമുക്ക് കിട്ടും. അതായത് സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തവർക്ക് ന്യായവിധി വരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാത്തവർക്കെല്ലാം ന്യായവിധി വരും. അതാരും ആയിക്കൊള്ളട്ടെ, എല്ലാവർക്കും ന്യായവിധി വരും. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുക എന്നുള്ളതിന് പകരം ഇവിടെ നമുക്ക് ഇങ്ങനെ വായിക്കാം, വെളിച്ചം വന്നിട്ട് ആ വെളിച്ചത്തെ സ്വീകരിച്ച് കൈക്കൊള്ളാത്തവർക്കെല്ലാം ന്യായവിധി വരും. അങ്ങനെയല്ലേ അതിൻ്റെ ഒരു രത്നം ചുരുക്കം. അപ്പോൾ വെളിച്ചം വന്നിരിക്കുന്നു, ആ വെളിച്ചം സ്വീകരിച്ച് വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കണം. അതിന് കഴിയാതെ ഈ പഴയ ചരിത്രവും പറഞ്ഞ് പാരമ്പര്യവും പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ന്യായവിധിയിലേക്കാണ് നടന്നു പോകുന്നത് എന്നുള്ളത് സാധുക്കളായ മനുഷ്യർ തിരിച്ചറിയുന്നില്ല. കൊലീസ് ലേഖനത്തിൽ പറയാണ്, ഇരുളിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചെന്ന്. അതായത് വെളിച്ചത്തിൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചെന്ന്. അതുകൊണ്ടാണ് നമ്മൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞത്, ഞങ്ങളെ സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അങ്ങനെ തന്നെ പിന്നെയും ചൊല്ലാത്തതിൻ്റെ കാരണം ബഹുമാനക്കുറവുള്ളതുകൊണ്ടല്ല, അതിൻ്റെ ആശയം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, സ്വർഗസ്വനായ പിതാവേ നിൻ്റെ നാമം പൂജിതമാകണമേ, അല്ലെങ്കിൽ നിൻ്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. അതായത് ഈ പാപമംഗലമായ ലോകത്ത് സർവേശ്വരനായ ദൈവത്തിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടണമേ എന്നുള്ളതാണ് ആ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായി കടന്നു വരുമ്പോൾ നിരന്തരം അവർ ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത്. സത്യേക ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കൊടുത്തുകൊണ്ടല്ലാതെ ആരും ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടില്ല. നേരം പോക്ക് പറഞ്ഞൊന്നും ആരും പ്രാർത്ഥിക്കാറില്ല. ഒരു ജഡികന്മാർ പോലും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തുകൊണ്ടാണ് പ്രാർത്ഥന മുൻപോട്ട് വരുന്നത്. തുടർന്ന് നിൻ്റെ രാജ്യം വരണമേ എന്നുള്ള വിഷയത്തിലാണ് ഡിസ്പ്യൂട്ട് വരണത്. ഒത്തിരി പേര് ഇപ്പോഴും കമൻറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, രാജ്യം വന്നിട്ടില്ലെന്ന് അവർ പറയുന്നത്. നിങ്ങൾ എവിടെ ഈ രാജ്യം വന്നതായിട്ട് കാണിക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ എവിടെയാണ് ഭരിക്കുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ സാധുക്കളെന്നാണോ വിളിക്കേണ്ടത്, മന്ദബുദ്ധികൾ എന്നാണോ വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എമ്മൗസിലേക്ക് പോയവരെ കർത്താവ് ബുദ്ധിയില്ലാത്തവരെന്ന് വിളിച്ചു, മന്ദബുദ്ധികളെന്ന് വിളിച്ചു. നമ്മളിവരെയൊക്കെ അങ്ങനെ വിളിക്കാൻ പാകത്തിന് അതൊന്നും ശരിയായ രീതിയല്ല. വെറും വിവരക്കേടായി പറയുന്നത്, ലോക വിവരക്കേട്. യേശുക്രിസ്തു അഡ്വാൻസ് ചെയ്ത് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസെ, നീ ഭരിക്കുന്ന പോലത്തെ ഒരു ഭരണമോ, നിൻ്റെ ഗുരുവായ യജമാനനായ കൈസർ ഭരിക്കുന്ന പോലെ കസേര ഇട്ടിട്ട് അതിന് മുകളിൽ കയറി ഇരുന്നുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു ഭരണമല്ല എൻ്റെ രാജ്യം ഐഹികമല്ല, തികച്ചും ആത്മീയമാണ്. ആ ആത്മീയ ദൈവരാജ്യത്തിൽ രാജാതിരാജനാണ് നമ്മുടെ കർത്താവ്. അവിടെ രാജാക്കന്മാരായി പരിലസിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ടല്ലോ, നാം അവൻ്റെ രാജ്യത്തിൽ പുരോഹിതന്മാരും രാജാക്കന്മാരുമാണെന്ന്. നാം രാജാക്കന്മാരാണ്.
വെളിപ്പെട്ടിരിക്കുന്ന രാജ്യം. ആ രാജ്യം വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. മാളികമുറിയിൽ അത് ശക്തിയോടെ വെളിപ്പെട്ട് വന്നു. അതിന് സാക്ഷികളാണ് പന്തിരുവർ. പിന്നീട് അവർ വഴിനീളം നടന്ന് പ്രസംഗിച്ചു. ദൈവരാജ്യ സംബന്ധിയായ കാര്യങ്ങൾ പ്രസംഗിച്ചു, സുവിശേഷം ഘോഷിച്ചു. അങ്ങനെ സുവിശേഷം കേട്ടവർ, അത് ഏറ്റെടുത്തവർ ദൈവരാജ്യത്തിലേക്ക് കാൽ വെച്ചു. അല്ലേ? ആദ്യമേന്ന് തന്നെ ഒരു 3000 പേരാണ് കടന്നു വന്നത്. അപ്പോസ്തലന്മാരുടെ പ്രസംഗം കേട്ടിട്ട് ഒറ്റയടിക്കകത്തേക്ക് കയറിക്കൂടിയത് 3000-നടുത്ത് മനുഷ്യരാണ്. പിന്നത്തേതിൽ 5000, പിന്നത്തേതിൽ അസംഖ്യം. പിന്നീട് കാലാകാലങ്ങളിലായി സുവിശേഷ ഘോഷണം നടക്കുമ്പോൾ ആ സുവിശേഷം കേട്ട് ഏറ്റെടുത്ത് അംഗീകരിച്ച് അതിൻപടി ജീവിതം ക്രമീകരിച്ച ആളുകൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞല്ലോ. ഇപ്പം നാം ദൈവരാജ്യത്തിൽ ഇരുന്നു കൊണ്ടല്ലേ സംസാരിക്കുന്നത്? എൻ്റെ പ്രിയ സ്നേഹിതന്മാരെല്ലാം ദൈവരാജ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് കേൾക്കുന്നത്. നിങ്ങൾ ശരീരം കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇരിക്കുന്നത്. ശരീരം കൊണ്ട് നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇരിക്കുന്നെങ്കിലും നിങ്ങൾ ആത്മാവിലിരിക്കുന്ന ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ദൈവ സാന്നിധ്യത്തിൽ സ്വർഗ്ഗദൂതന്മാരെ സാക്ഷി വെച്ചുകൊണ്ട് പ്രിയപുത്രനെ കുറിച്ചുള്ള സുവിശേഷവും ദൈവത്തിൻ്റെ പദ്ധതിയും ഭാവി പരിപാടികളെയൊക്കെ തൻ്റെ വിശുദ്ധന്മാർ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യം വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. ന്യൂസിലാൻഡിൽ ഇരിക്കുന്ന നമ്മുടെ സഹോദരന്മാരോട് നമ്മൾ ഇന്ത്യയിൽ ഇരുന്ന് പറയുകയാണ് നിങ്ങളൊന്നും ന്യൂസിലാൻഡിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ ചിരിക്കും. കാരണം നമുക്ക് എന്തോ കുഴപ്പം വന്നെന്ന് അവർ ഓർക്കും. അവർ ഓൾറെഡി ന്യൂസിലാൻഡിൽ ഇരുന്നാണ് ഈ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിരിക്കുന്നത്, ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിൽ ഇരുന്നാണ് നമ്മൾ ഒരുമിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സഹോദരൻ ജെയിംസ് UK ഇരുന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതേസമയം ബ്രദർ സെബാസ്റ്റ്യൻ കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർ ഓരോരോ സ്ഥലങ്ങളിൽ ഇരുന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. പക്ഷെ നമ്മൾ ശരീരം കൊണ്ട് അവിടെയൊക്കെ ആണെങ്കിൽ പോലും ആത്മാവിൽ ഒരുമിച്ച് ദൈവരാജ്യത്തിലാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും പ്രൈമറിയായ ഈ കാര്യങ്ങൾ പോലും കോർ എപ്പിസ്കോപ്പമാരെന്ന് പറയുന്ന അവരുടെ ശിഷ്യഗണങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അവരുടെ ശിഷ്യഗണങ്ങളെല്ലാം വാളും പരിചയം എല്ലാമായിട്ടാണ് വരുന്നത്. ദൈവരാജ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിന്റെ രാജ്യം വരണമേ. രാജ്യം വരുന്നേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതേസമയം കാത്തലിക് സമൂഹത്തിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ സംബന്ധിച്ച് 1000 ആണ്ട് വാഴ്ചയൊന്നുമില്ല. 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭ ആരംഭിച്ച അന്നാണ് ആരംഭിച്ചത്. അന്ന് മുതൽ 1000 ആണ്ട് വാഴ്ച ആരംഭിച്ചിരിക്കുന്നു. അതങ്ങനെ ഒരു 1000 വർഷം എണ്ണിയൊരു ഭരണമല്ല. അതൊരു അലങ്കാരം പോലെ അങ്ങ് പറഞ്ഞതാണ് 1000. ചുമ്മാ ഒരു 1000 ഇരിക്കട്ടെ, 2000 എന്ന് പറയാൻ പറ്റിയില്ല, 1000 അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് അന്ന് മുതൽ 1000 ആണ്ട് വാഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. ശരിക്കും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള സൂചന യെശയ്യാവ് പറയുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അന്നേരത്തെ ഭൂമിയുടെ ഒരു സെറ്റപ്പ് എങ്ങനെയായിരിക്കും, മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കും, മൃഗങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട പോപ്പും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും പറയുന്നത് അങ്ങനെയല്ല. ഇനി അങ്ങനെ ഒരു 1000 ആണ്ട് വാഴ്ചയില്ല. അത് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വത്തിക്കാനിലൊക്കെ സിംഹവും ആടും കൂടെ ഒരുമിച്ചാണ് പന്ത് കളിക്കാൻ പോകുന്നത്. വത്തിക്കാനിലൊക്കെ അങ്ങനെ. വേറെ സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആ കാര്യം 1000 ആണ്ട് വാഴ്ച അറിയണമെങ്കിൽ വത്തിക്കാനിൽ പോകണം. അവിടെ അണലിയും പിന്നെ അവിടുത്തെ പിള്ളേരൊക്കെ ഒരുമിച്ചിരുന്ന് കളിക്കും. അണലീനെയൊക്കെ എടുത്ത് പിള്ളേർ കഴുത്തിൽ കോർത്തിടും. പിന്നെ ഇടയ്ക്ക് ഒരുമിച്ച് അങ്ങനെ പോകും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതൊന്നും നടക്കുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. എൻ്റെ പരിസരത്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ അടുത്ത ഒരു ബനാർഘട്ട ഒരു നാഷണൽ പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഒരിക്കൽ പോകാനിടയായി. അവിടെ സിംഹത്തെ ഒരു കൂട്ടിലായിട്ടിരിക്കുന്നത്, കൂടല്ല ഒരു ഏരിയ തിരിച്ച് സിംഹത്തെ ഇട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഈ ഗെയിം സഫാരിയിൽ വണ്ടികൾ കടന്നു ചെല്ലുമല്ലോ. കടന്നു ചെല്ലുമ്പോൾ 1, 2, 3 ഗേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് വണ്ടി കടത്തി വിടുന്നതും അതൊക്കെ ശ്രദ്ധിച്ച് നോക്കി നമുക്ക് കാണാം. കാരണം 1000 ആണ്ട് വാഴ്ച വന്നിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. ഭയങ്കര കനത്ത ഇരുമ്പ് വാതിലാണ്. 1000 ആണ്ട് വാഴ്ച ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുമ്പ് വാതിലിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഉറപ്പിച്ചു. അന്ന് നമ്മൾ ഉറപ്പിച്ചു, ബഹുമാനപ്പെട്ട പോപ്പെ, അങ്ങക്ക് തെറ്റാവരമുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ അങ്ങക്ക് ഗ്രാഹ്യമില്ല, അങ്ങയുടെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്, പറഞ്ഞു പറ്റിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ പോപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല, എല്ലാ പോപ്പുമാരും കൂടി ആളുകളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇതിൻ്റെ തെളിവാണ് പറയുന്നത്. കാരണം എല്ലാത്തിനും സെപ്പറേറ്റാണ്. മാനുകളൊക്കെ സെപ്പറേറ്റാണ് കിടക്കുന്നത്. സിംഹത്തിൻ്റെ കൂടെ കളിക്കാൻ പോയ മാനിൻ്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിച്ച് നോക്കി. ഓയ്യോ, പിന്നെ തിരിച്ചു വരുമെന്ന് തന്നെ അറിയില്ല. എങ്ങാനും തിരിച്ചു വന്നാൽ തവിട്ട് പൊടിയായി കളയും, ഭയങ്കരമായി കളയും.
അപ്പോൾ 1000 ആണ്ട് വാഴ്ചയൊന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം നമ്മളങ്ങ് പറയുകയാണ്. ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഒരു ചെറിയ ഒരു നർമ്മം ഇരിക്കട്ടെ എന്നോർത്താണ്. നമ്മുടെ കാത്തലിക് ഓർത്തഡോക്സ് സഹോദരങ്ങളൊക്കെ പിന്നെ പ്രസംഗം കേൾക്കുമ്പോൾ ഒന്നാമത് ഒരു ടെമ്പറിലാണ് വന്ന് കേൾക്കുന്നത്, ഹൈ ടെമ്പറിലാണ് വന്ന് കേൾക്കുമ്പോൾ കേൾക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ നമ്മളെ ചീത്ത വിളിക്കും. അങ്ങനെ ചീത്ത വിളിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാം, അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ ബൈബിളിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങളും ബൈബിളിൽ നിന്ന് പറയും അതങ്ങനെയല്ല ഇതിങ്ങനെയാണെന്നൊക്കെ പറയും. അത്രയല്ലേ ഉള്ളൂ. നമ്മളാരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനും കൊല്ലാനൊന്നും വരുന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ആശയം പറയുന്നു ഇപ്പോൾ 1000 ആണ്ട് വാഴ്ച നടക്കുകയാണ്, ഞങ്ങൾ പറയുന്നു അങ്ങനെയല്ല. യേശു ക്രിസ്തു വന്ന് തൻ്റെ സഭയെ ചേർക്കും, അതിനുശേഷം ഇവിടെ എതിർ ക്രിസ്തു ഭരിക്കും 7 വർഷം, പിന്നത്തേതിൽ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും. 1000 വർഷത്തെ ഭരണം കഴിഞ്ഞിട്ട് പിന്നെ എന്താ, സാത്താനെ ഇടേണ്ട സ്ഥലത്തേക്ക് ഇടും, പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെടും, അവിടെ പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരം വെളിപ്പെടും. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ടീച്ചിങ് കൊണ്ടുവരുന്നത്. അതിനെ കണ്ണിക്കാമെങ്കിൽ കണ്ണിച്ചോ, അതിനുള്ള മിടുക്കുണ്ടെങ്കിൽ കണ്ണിച്ചോ. അല്ലാത്തിടത്തോളം കാലം ആ കാര്യത്തിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുകയായിരിക്കും നല്ലത്, ആയുസിനും ആരോഗ്യത്തിനുമൊക്കെ നല്ലത്. അങ്ങനെ മുട്ടുമടക്കിയ സുവിശേഷം 2 കൈ നീട്ടി സ്വീകരിച്ച് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ: മരണമില്ലായ്മയിലേക്ക് കടക്കാം, നിത്യജീവൻ ലഭിക്കും. അങ്ങനെ കർത്താവ് ഈശോ മിശിഹായുടെ കൂടെ യുഗകാലം ഒരുമിച്ച് വസിക്കാം. കാരണം നിങ്ങളുടെ ടീച്ചിങ്ങിനകത്ത് എല്ലാം കൺഫ്യൂഷൻസാണ്. ഞങ്ങളിപ്പോൾ 1-2 കാര്യങ്ങൾ കാണിക്കും നിങ്ങളെ. കൺഫ്യൂഷൻസാണ്, ടോട്ടൽ കൺഫ്യൂഷൻസാണ്, കുഴപ്പത്തിൻ്റെ മേൽ കുഴപ്പങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനിൽ തന്നെ ജനറലായിട്ടുള്ള ചില കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ മലയാളക്കരയിൽ ഓണം ആഘോഷിക്കുന്ന ദിവസമാണ്. ഈ സിറിയൻ സമൂഹത്തിലുള്ള യൗവനക്കാരും അല്ലാത്തവരും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇന്നലെ ഭയങ്കരമായ പ്രഖ്യാപനങ്ങൾ നടത്തിയ ദിവസമാണ്. ഞങ്ങൾ ഉദയംപേരൂർ സുന്നകദോസ് തള്ളിക്കളയുന്നു. ഇന്നലെ എന്താ ഉദയംപേരൂർ സുന്നകദോസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഉദയംപേരൂർ സുന്നകദോസിനോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വന്ന പോർച്ചുഗീസുകാർ ഇവിടുത്തെ തദ്ദേശീയരായ ക്രിസ്ത്യാനികൾ, ആ സമയത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, നാട്ടു ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാം, അവർക്ക് ചില പേർഷ്യൻ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അന്ത്യോക്യൻ ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് പൊതുവേ പറയുന്നത്, പഠിതാക്കൾ പറയുന്നത്. എന്തുവാകട്ടെ, അപ്പോൾ ഇവിടെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു ആശയം, ഈ ഓണം മുതലായ കാര്യങ്ങളെ ക്രിസ്ത്യാനികൾ ആഘോഷിക്കാൻ പാടില്ല, അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നുള്ളതാണ്. ആ കാര്യത്തെയാണ് ഇന്നലെ ഈ സുറിയാനി ക്രിസ്ത്യാനികൾ എടുത്തിട്ട് അലക്കി കളഞ്ഞത്. പോർച്ചുഗീസുകാരെ ശരിയാക്കി കളഞ്ഞു ഇന്നലെ. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, കുറേ കത്തോലിക്ക അച്ഛന്മാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. കുറേ അച്ഛന്മാർ, 2-3 എത്രയോ പേര്, അവർ നീണ്ട പ്രസ്താവനകളാണ് നടത്തിയിരിക്കുന്നത്. ഓണം എന്ന് പറയുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ ക്രിസ്ത്യാനികൾ അത് ഒരു മതപരമായ ഫെസ്റ്റിവലാണ്, പറയുമ്പോൾ ഇങ്ങനെ പറയും അത് ദേശത്തിൻ്റെ ഫെസ്റ്റിവലാണെന്നൊക്കെ പറയും, പക്ഷേ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ നീണ്ട പ്രസ്താവനകൾ, പ്രസംഗങ്ങൾ, അതും ഇതുമൊക്കെ. അതേസമയം കാത്തലിക്കിൽ തന്നെ ചില അച്ഛന്മാർ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, നമ്മൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് പറയുന്നവരുടെ പ്രസംഗങ്ങളുമുണ്ട്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ കൂട്ടത്തിലുള്ള അച്ഛന്മാരെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സുറിയാനിക്കാരെല്ലാം കൂടെ കൊടയും വടിയായിട്ട് വന്നിരിക്കുന്നത്. വന്ന വഴി മറക്കരുത്, പിതാക്കന്മാരെ മറക്കരുത്. ഈ പറയുന്ന ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പും അതിനു മുമ്പ് തോമ വരുന്നതിന് മുമ്പും ഞാൻ ഞെട്ടിപ്പോയി. ഇവർ ഈ ചൊല്ലുമ്പോഴും പറയുമ്പോഴൊക്കെ വിശുദ്ധ തോമാസ് ലീഗ എന്നൊക്കെയാണ് പറയാറ്, പരിശുദ്ധ മാതാവ് എന്നൊക്കെ. ഇന്നലെ കണ്ടിടത്തൊക്കെ കാണുന്ന തോമ എന്നൊക്കെയാണ്. തോമാസ് ലീഗ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു രസമുണ്ടായിരുന്നു. തോമ വരുന്നതിന് മുമ്പ് നമ്മുടെ പിതാക്കന്മാരെല്ലാം ഹിന്ദുക്കളായിരുന്നു, അന്ന് ഓണം ഉണ്ടായിരുന്നില്ലേ, അവരെല്ലാം അത് ചെയ്തതല്ലേ, അവരെ നിന്ദിക്കുകയാണോ? ഭയങ്കര മനുഷ്യരായവർ. ഇവർ നമ്മളെയൊക്കെ ഈ ഭൂമിയിൽ ജീവനോടെ വെച്ചിരിക്കുന്ന ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത്. ഈ പെന്തിക്കോസുകാരെന്ന് പറയുന്ന വർഗത്തെ ഇവിടുത്തെ യാക്കോബായ ഓർത്തഡോക്സുകാർ ജീവനോടെ വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ലംഘിക്കുന്ന ആൾക്കാരല്ലേ, നിയമലംഘകരെന്ന് പറയുന്ന പോലെ. ഇതിനെയൊന്നും അംഗീകരിക്കുകയോ ഇതിനെയൊന്നും കൂട്ടാക്കാത്തവരാ. ഏത് AD 52 തോമാസ് ലീഗ വന്നെന്നും അതിനു മുമ്പ് നമ്മുടെ ഫോർഫാദേഴ്സ് ഓണം ആഘോഷിച്ചെന്നും അവരെ നിന്ദിക്കാൻ പാടില്ലെന്നും ഒക്കെ പറയുമ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് അതൊക്കെ കേൾക്കുന്നത്. പുതിയ അറിവുകളാണതൊക്കെ, പുതിയ അറിവുകൾ, ഭയങ്കര അറിവുകളാണത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞു വരുമ്പോൾ ഇവർക്കെല്ലാം ഒരു ഇവിടുത്തെ പഴയ ജാതീയ സമ്പ്രദായങ്ങളോടുള്ള ഒരു ബന്ധവും ഒരു ടച്ചും ഉണ്ടെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ജാതീയ സമ്പ്രദായങ്ങളോട് ഏറ്റവും ഇഴചേർന്ന് നിൽക്കുന്നൊരു സമൂഹമാണ് ഈ യാക്കോബായ ഓർത്തഡോക്സ് സമൂഹം എന്ന് പറയുന്നത്. പൊതുവെ ആളുകൾ പറയുന്നത് കാത്തലിക്കാണ്. കാത്തലിക് അങ്ങനെയൊക്കെ പറയുമെങ്കിൽ തന്നെയും
അവർക്ക് ചില ടീച്ചിങ്സ് ഉണ്ട്. അവരുടെ ചില ടീച്ചിങ്സ് എന്ന് വെച്ചാൽ ഈ അടുത്തിടയ്ക്ക് പോപ്പ് ഇതൊക്കെ തിരുത്തി പറയുന്നുണ്ട്, അതായത് എല്ലാ മതങ്ങളിലൂടെ രക്ഷയുണ്ടെന്നൊക്കെ. ഇന്നലെ സിംഗപ്പൂരിൽ പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞു എല്ലാ മതങ്ങളിലൂടെയും നമുക്ക് സത്യദൈവത്തിലേക്ക് എത്താം, അതായത് നമ്മുടെ നിത്യത ഉറപ്പാക്കാം, ഏത് മതത്തിൽ നിന്നാലും കുഴപ്പമില്ല എന്നുള്ള കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുൻകാലത്ത് അങ്ങനെയല്ല. രക്ഷ എന്ന് പറയുന്നത് തിരുസഭ വഴി മാത്രം എന്നുള്ളതായിരുന്നു അവർ പഠിപ്പിച്ചിരുന്നത്. അല്ലാതെ എല്ലാ വഴിയിലൂടെയും രക്ഷയുണ്ടെന്നൊന്നും അവർ അംഗീകരിക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു അയവ് വന്നിട്ടുണ്ട്. യൂണിവേഴ്സലിസം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യുന്നു അവർ. യൂണിവേഴ്സലിസം, അതായത് ഈ സർവ്വമതങ്ങളും ദൈവത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു എന്നുള്ളൊരു ആശയത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാണ്ട് അങ്ങനെയൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ ബഹുഭൂരിപക്ഷ യൗവനക്കാരും അച്ഛന്മാരൊക്കെ ധാരാളം പേര് ആ ആശയം പുലുകുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം മുൻകാലത്ത് അങ്ങനെ അല്ലായിരുന്നു എന്നൊരു സൂചനയാണ് ഞാൻ പറയുന്നത്. അതേസമയം ഇവരുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ. ഇപ്പം ഇവരുമായിട്ടുള്ള ചോദ്യോത്തരങ്ങളിൽ നിൽക്കുന്നുണ്ടാകട്ടോ അവരുടെയൊക്കെ കാര്യം നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഈ വഴിയിലേക്ക് നമ്മൾ വരില്ലായിരുന്നു. നമ്മൾ നമ്മുടെ വഴിയിലൂടെ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്ന് പറഞ്ഞ് പോകേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഇവർ നമ്മളെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ട് അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഇന്ന് മലയാളക്കരയിൽ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനി ഒരിക്കലും വിശ്വസിക്കുന്നില്ല വാമനൻ ദൈവത്തിൻ്റെ അവതാരമാണെന്നൊന്നും. അങ്ങനെ ഒരു പുസ്തകത്തിലുമില്ല. അപ്പോക്രിഫ ഗ്രന്ഥത്തിൽ പോലുമില്ല വാമനൻ്റെ കാര്യം. വാമനനുമായിട്ടൊരു ക്രിസ്ത്യാനിക്ക് ഒരു ബന്ധവുമില്ല. മിസ്റ്റർ മാവേലി തമ്പുരാനുമായിട്ടും അങ്ങനെ ആ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധമില്ല. കാരണം മാവേലി മലയാള നാട് വാണിരുന്നെന്നും കേരളത്തിൽ ഭരിച്ചിരുന്നെന്നും ഒക്കെ പറയുന്നു. അങ്ങനെ സത്വർണമായിരുന്നു. പക്ഷേ ആൾ അസുരനാണ്. നമ്മളെ സംബന്ധിച്ച് അസുരനും കിസുരനൊന്നുമില്ല. ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്നാണല്ലോ പാട്ട് പാടുന്നത് അല്ലേ? എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, മനുഷ്യരാണ്, അത്ര തന്നെ. മനുഷ്യന് വേറെ പ്രത്യേകിച്ച് ഗണങ്ങളൊന്നുമില്ല. രണ്ട് ജാതിയുണ്ട്, ആൺജാതിയും പെൺജാതിയും, അങ്ങനെ രണ്ട് കൂട്ടമുള്ളൂ. പിന്നീട് നമ്മൾ പറയുന്നത് ദൂതന്മാരെ കുറിച്ചാണ്. ദൂതന്മാരെ കുറിച്ച് പറയുമ്പോൾ അതായത് അതൊരു ഒരു 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 വലിയ ശാഖയാണ്. ദൂതന്മാരുമായി ബന്ധപ്പെട്ട ഒരു ദൈവശാസ്ത്ര പഠനം തന്നെയുണ്ടല്ലോ. ആ പഠനങ്ങളിലേക്ക് വരുമ്പോൾ ദൂതന്മാരും അതുപോലെ വീണുപോയ ദൂതന്മാരും പിശാചും അവൻ്റെ കിങ്കരന്മാരും അതൊക്കെ ഡെമനോളജിയൊക്കെ പഠിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വർഗം വേറെയുണ്ട്. അതല്ലാതെ ഇന്ദ്രനും ചന്ദ്രനും പിന്നെ അസുരനും അങ്ങനത്തെ പുള്ളിക്കാരെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു അറിവുമില്ല. നമുക്ക് അറിവില്ലാത്ത കാര്യം വിശ്വസിക്കണമെന്ന് പറഞ്ഞ് നമ്മളെ ബലമായിട്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ? അത് ബുദ്ധിമുട്ടല്ലേ? അത് പറ്റത്തില്ല. നമ്മുടെ വിശ്വാസം അങ്ങനെയല്ല. ഒരുത്തൻ കീഴേ പാതാളത്തിലേക്ക് പോയാൽ പിന്നെ ജമ്മത്ത് തിരിച്ചു വരില്ലെന്നുള്ളതാണ്. അതിന് സാക്ഷിയായിട്ടൊരു മനുഷ്യനെ നിർത്തിയിട്ടുണ്ട്, മിസ്റ്റർ ധനവാൻ. മിസ്റ്റർ ധനവാൻ ആ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. ഞാൻ ശ്രമിച്ചെങ്കിലും അബ്രഹാം പിതാവിനോടൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ വിട്ട് വരാൻ പറ്റില്ലെന്നുള്ള കാര്യം പുള്ളി പറഞ്ഞല്ലോ. അത് നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ മാവേലി എവിടെ ചെന്നാലും ധനവാൻ്റെ കൂട്ടത്തിൽ അവിടെ കിടക്കാം, തിരിച്ചു വരാൻ പറ്റത്തില്ല. പാതാളത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കളിയാക്കുന്നതിന് തുല്യമായി പോവും. അത് അംഗീകരിക്കുന്നവൻ ക്രിസ്ത്യാനിയല്ല, അവൻ മരമണ്ടനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ടൊരു സത്യക്രിസ്ത്യാനിക്ക് സാധ്യമല്ല. അവൻ വിശുദ്ധ തിരുവെഴുത്തുകളെ മുറുകെ പിടിക്കുന്നവനാണ്. പാതാളത്തെക്കുറിച്ചും പറുദീസയെക്കുറിച്ചൊക്കെ നല്ല ധാരണയും ബോധ്യമുള്ളവരാണ്. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മേലാൽ സംഭവിക്കാനുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ വല്ലവർക്കും അറിയണമെന്നുണ്ടെങ്കിൽ അവനോട് ചോദിക്കണം, സത്യക്രിസ്ത്യാനിയോട് ചോദിക്കണം. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന അങ്ങനെയുള്ള ഭക്തന്മാരോട് ചോദിച്ചാൽ 1 by 1 ആയിട്ട് കാര്യങ്ങളെ പറഞ്ഞു തരും. പ്രോഗ്രാം ഷീറ്റ് തന്നെ അവർ തുറന്നു തരും. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ, അടുത്തടുത്ത കാര്യങ്ങൾ പ്രോഗ്രാം ഷീറ്റിൽ നിന്ന് 1, 2, 3, 4 എന്ന് പറഞ്ഞ കാര്യങ്ങളെ പറഞ്ഞു തരും. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പം ഈ പറയപ്പെട്ട കൂട്ടരെല്ലാം ഇതെല്ലാമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് ഇടകലർന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ. അത് മുൻകാലത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി. ഓണം നമ്മുടെ പ്രാദേശികോത്സവമാണെന്നൊക്കെ പറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ ദേശീയോത്സവം എന്നുള്ള നിലയിൽ ഹോളിയും ദീപാവലിയും ഒക്കെ എടുക്കേണ്ടി വരും അല്ലേ? പ്രാദേശികോത്സവം അതാണെങ്കിൽ ദേശീയോത്സവം അതായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഓണം ആഘോഷിക്കുമ്പോൾ എന്തുകൊണ്ട് ഹോളി ആഘോഷിക്കാൻ പാടില്ല? എന്തുകൊണ്ട് ഇച്ചിരി കളറെടുത്ത് ഷിജുപാസിൻ്റെ മുഖത്തേക്ക് എറിയാൻ പാടില്ല? ഒരു ചീമുട്ട എടുത്ത് നമ്മുടെ ജെയിംസിൻ്റെ തലയിലേക്ക് എറിയാൻ പാടില്ല? നല്ല മുട്ട കാഞ്ഞു പോകില്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എറിഞ്ഞ് കളിക്കാമല്ലോ. പക്ഷെ നമ്മളാരും അത് ചെയ്യാറില്ല. ഓണത്തിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം നമ്മൾ പറയും ദേശീയമാണ്, അന്തർദേശീയമാണെന്നൊക്കെ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ചിന്താമണ്ഡലം ഉണർന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ നാളുകളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മലയാളികളുടെ ദേശീയോത്സവവും അതുപോലെ പ്രാദേശികോത്സവം എന്നൊക്കെ പറയുന്നത്, ദേശീയോത്സവം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. മലയാളിയുടെ ദേശീയോത്സവമാണ് ഓഗസ്റ്റ് 15-ഉം ജനുവരി 26-ാം തീയതി. ഇങ്ങനെ 2 ഉത്സവമാണ്
ഇന്ത്യക്കാർക്കുള്ളൂ, വിശേഷിച്ച് മലയാളികൾക്കുള്ളൂ. പിന്നെ പ്രാദേശിക ഉത്സവമുണ്ട്, അത് നവംബർ 1-നാണ്. നവംബർ 1 കേരള പിറവി എന്ന് പറയും. അത് പ്രാദേശിക ഉത്സവമാണ്. അപ്പോൾ ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. പിന്നെ എറണാകുളത്ത് ആ ഫ്ലാറ്റിൽ കിടക്കുന്നവൻ വിളവെടുത്തുകൊണ്ട് വരിക. അപ്പോൾ വേറെ ചില ബിരുദന്മാർ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുകയാണ്. അതാണ് ഈ ഓർത്തഡോക്സ് എന്ന് പറയുന്ന സമൂഹം, അതിലെ പ്രധാനപ്പെട്ട കക്ഷികളാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ ഉത്സവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിളവെടുപ്പിൻ്റെ ഉത്സവമുണ്ട്. ആ ഉത്സവം ക്രിസ്ത്യാനികൾ ആഘോഷിക്കേണ്ടതാണ്. ബൈബിൾ പറയുന്നു നമ്മൾ വിളവെടുപ്പിൻ്റെ ഉത്സവം ആചരിക്കണമെന്ന്. അതുകൊണ്ട് ഓണം എന്ന് പറയുന്ന വിളവെടുപ്പിൻ്റെ ഉത്സവമാണ്. എല്ലാ ക്രിസ്ത്യാനികളും വിളവെടുപ്പിൻ്റെ ഉത്സവം ആചരിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് ചേർന്ന് കൂടാര പെരുന്നാൾ ആഘോഷിക്കണമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങളെന്താ കൂടാര പെരുന്നാൾ ആഘോഷിക്കാത്ത? വിളവെടുപ്പ് മാത്രമുള്ളൂ നിങ്ങൾക്ക്? സൗരങ്ങളെ, നമ്മൾ ഈ മെസ്സേജൊക്കെ എങ്ങനെ പറഞ്ഞ് പൂർത്തീകരിക്കുമെന്ന് എനിക്കറിയില്ല. ഇനിയും പറയാൻ കിടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ മനുഷ്യരെല്ലാം മണ്ട ശിരോമണികളായിട്ട് ഇങ്ങനെ എങ്ങനെ ആയിപ്പോകുന്നു എന്നുള്ളതാണ്. പിശാച് ആളുകളുടെ ബുദ്ധിയെ കെടുത്തിക്കളഞ്ഞിരിക്കുകയാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം എന്ന് പറയുന്നത് പെരുന്നാളുകളെ കുറിച്ചുള്ള അധ്യായമാണ്. 7 പെരുന്നാളുകളെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അതിൽ ഒരു പെരുന്നാളിനെ ഓണമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി പെരുന്നാളൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും? മണ്ടത്തരം എന്നല്ലാതെ ഇതിന് എന്ത് പറയാൻ കഴിയും? മണ്ടത്തരം എന്നല്ലാതെ. അപ്പോൾ ഇന്നലെ പെന്തിക്കോസുകാരായ ചിലരൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു, ഓണം ആഘോഷിച്ചില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടാവും എന്നൊക്കെ. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഉപദേശങ്ങളും ആശയങ്ങളും വിശുദ്ധിയൊക്കെ കുറഞ്ഞു വന്ന് ലോകവുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പം ഞാൻ ഓർത്തഡോക്സുകാർ അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അതേ കാര്യങ്ങൾ ഭംഗ്യന്തരയുടെ പെന്തിക്കോസുകാരും പറഞ്ഞു തുടങ്ങി. നമ്മൾ സാമൂഹ്യ ജീവിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സഹോദരങ്ങളെ, ഓണം ആഘോഷിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് സ്നേഹബഹുമാനങ്ങളാണ്. നമ്മൾ ആരെയും പുച്ഛിക്കുന്നില്ല. ഓണത്തെക്കുറിച്ച് നമ്മളൊരു തെറ്റും പറയുന്നില്ല. അത് ആ സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. അവർ വിശ്വസിക്കുന്നത് എന്താ? മാവേലിയെ ചവിട്ടി താഴ്ത്തി വാമനം വന്ന്, അതിനുശേഷം വിഷ്ണുവിൻ്റെയോ ബ്രഹ്മാവിൻ്റെയോ ആരാണ്ടുള്ള 10 അവതാരം ഉണ്ടല്ലോ, അത് ഏത് പുള്ളിയുടെയാന്ന് മറന്നുപോയി. അപ്പോൾ ആ 10 അവതാരത്തിലൊന്നാണ് വാമനൻ. അപ്പോൾ വാമനൻ വന്ന് ചവിട്ടി താഴ്ത്തി കളഞ്ഞു പുള്ളിയെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളം ഭരിച്ച ആരാന്ന് നമുക്കറിയില്ല. എന്തായാലും അത് കഴിഞ്ഞ് 1 or 2 ഇത് കഴിഞ്ഞിട്ടുള്ള അവതാരമാണ് പരശുരാമൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ വന്ന് മഴ എറിഞ്ഞാണ് പിന്നെ കേരളം ഉണ്ടാക്കിയത്. അപ്പം നേരത്തെ ഏത് കേരളത്തിലാണ് ഭരിച്ചതെന്ന് ചോദിച്ചാൽ, മാവേലി കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാമനൻ എന്ന് പറയുന്ന അവതാരം വന്ന് ചവിട്ടി താഴ്ത്തിയത്. അങ്ങനെ കേരളം ഇവിടെയുണ്ട്, മാവേലി താഴേക്ക് പോയെന്നേ ഉള്ളൂ. എന്നാൽ അത് കഴിഞ്ഞ് 2 അവതാരവും കണ്ട് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ പരശുരാമൻ വരുന്നത്. പുള്ളി വന്ന് മഴ എറിഞ്ഞ് കേരളം ഉണ്ടാക്കി. അപ്പം ഇത് വിശ്വസിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അത് വിശ്വസിക്കും. ഞാനൊരു ഓർത്തഡോക്സുകാരനല്ല, ഞാനൊരു യാക്കോബക്കാരനല്ല. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിശ്വസിക്കും. അത് അവരോട് പറയണം, അവർ വിശ്വസിക്കും. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, യുക്തിയുണ്ട്, സാമാന്യബോധമുണ്ട്, യുക്തിയുണ്ട്. അത് ആ സമൂഹത്തിൻ്റെ വിശ്വാസമാണത്. നമ്മൾ അതിനെ കളിയാക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യില്ല ഒരിക്കലും. അവരത് അവരുടെ ഐതിഹ്യം അനുസരിച്ച് തൃക്കാക്കര അപ്പനുണ്ട്, തൃക്കാക്കര അമ്പലമുണ്ട്, അവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, വാമനനാണ് അവിടുത്തെ പ്രതിഷ്ഠയും കാര്യങ്ങളും, അങ്ങനെ ഏതാണ്ടൊക്കെയാണ്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളും അതെല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. മഴയൊന്നും പെയ്യാതെ എല്ലാ കാര്യങ്ങളും നടന്നോട്ടെ. നമ്മൾ അതിനകത്ത് ഭാഗവാക്കാകുക എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ട്. നിങ്ങളുടെ സന്തോഷം നമുക്കറിയാം. നിങ്ങളുടെ വീട്ടിൽ വേറെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വിളിച്ചോ, നമ്മൾ പങ്കെടുക്കാം. വാമനൻ്റെ പേരിലും മാവേലിയുടെ പേരിലും വിളിക്കുമ്പോഴാണ് നമുക്ക് അതിനകത്ത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്. വാമനൻ്റെയും മാവേലിയുടെയും പേരിൽ നിങ്ങളൊരു തൂഷണല നിരത്തിയിട്ടിട്ട് നമ്മളോട് ഇരിക്കുക, കഴിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കുക എന്ന് പറയുമ്പോൾ വാമനെയും മാവേലിയും നമ്മൾ അംഗീകരിച്ചു എന്നല്ലേ വരുന്നത്? അല്ല, ഇപ്പോൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞത് ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ചോദിച്ചാൽ പിന്നെ ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താ? പിന്നെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് എന്താ? എന്നാൽ പിന്നെ നമുക്ക് എല്ലായിടത്തും പോയി എല്ലാ പൊങ്കാല ഇടാലോ. അങ്ങനെ ഇടാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇത് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ ഈ ഒരു സമൂഹത്തിൻ്റെ ആ ആശയത്തെ പറഞ്ഞതാണ്. അതിൽ 2-3 കൂട്ടം കാര്യങ്ങളുണ്ട്, ഓർത്ത് നോക്കുക. തോമാസ് ലീഗ വരുന്നതിന് മുമ്പ് പിതാക്കന്മാരിവിടെ ഉണ്ടായിരുന്നു, അവർ ഓണം ആഘോഷിച്ചു. ആ പിതാക്കന്മാരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല, പൂർവന്മാരുടെ സമ്പ്രദായമാണ്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് പോർച്ചുഗീസുകാരെ ചീത്ത വിളിച്ചവർ. ശരിക്കും നിങ്ങൾക്ക് എത്ര പേർക്ക് ആ ചരിത്രമൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ നാട്ടു ക്രിസ്ത്യാനികളെന്ന് പറയുന്നത് ഒരു 1% ക്രിസ്ത്യാനിത്തേ ഉള്ളൂ. 99% ഹിന്ദുത്വമായിരുന്നു. ഇവിടെ ഈ ക്രിസ്ത്യാനികളെന്ന് പറയുന്നവർക്ക് അവരുടെ കെട്ടിലും മട്ടിലും നടപ്പിലും ഒക്കെ ഒരു എന്താ പറയുക, ഒരു 1% 2% ഒക്കെ ക്രിസ്ത്യാനിറ്റിയുടെ എന്തെങ്കിലും മണം കാണും.
പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. മന്ത്രവാദം ഇവിടെ കൊടുമ്പിരി കൊണ്ട് ഇരുന്നൊരു കാലമാണത്. മന്ത്രവാദം, ആഭിചാരങ്ങൾ, അനാചാരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പോർച്ചുഗീസുകാർ ഞെട്ടിപ്പോയി അത് കണ്ടിട്ട്. അങ്ങനെ പോർച്ചുഗീസുകാർ പല കാര്യങ്ങളും നിയമം മൂലം നിരോധിക്കുകയും ഈ മന്ത്രവാദ പരിപാടികളെയെല്ലാം അവർ ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് ഇവിടെ വലിയ മാറ്റം ഉണ്ടായത്. അല്ലാതെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെല്ലാം എന്തതിശയമേ ദൈവത്തിന് സ്നേഹം എന്നുള്ള പാട്ടും പാടി കൈയടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്താ, ഇരുട്ടിൽ കിടന്നൊരു ജനമാണത്, ഇരുട്ടിൽ കിടന്നൊരു ജനം. അപ്പോൾ അവർ വന്ന് അത്രയും ചെയ്തു. പക്ഷേ അവർ ചില ദോഷങ്ങളും ചെയ്തു കേട്ടോ. അവർ ചെയ്ത ദോഷങ്ങളാണ് ഈ മരിച്ചവരോടുള്ള പ്രാർത്ഥനയും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും മറിയ സ്തുതികളും കാര്യങ്ങളും ഒക്കെ അവരിൽ നിന്നാണ് ഇവർക്ക് ധാരാളമായി കിട്ടിയത്, ഇവിടുത്തെ നാട്ടു ക്രിസ്ത്യാനികൾക്ക്. അങ്ങനെ അവർ ചില സംഭാവനകൾ ആ നിലയിൽ കൊടുത്തു. പക്ഷേ അവർ ചില പരിഷ്കാരങ്ങൾ വരുത്തി. മന്ത്രവാദ പരിപാടികൾ. യാക്കോബായ ഓർത്തഡോക്സ് സമൂഹങ്ങളിൽപ്പെട്ട പഴയകാല അച്ഛന്മാർ, താളിയോലകളൊക്കെ കയ്യിലുള്ള അച്ഛന്മാരെ കുറിച്ച് നമുക്കറിയാം. താളിയോലകളും ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ, ഇതിൻ്റെ ഈ ഇടപാടുകൾ, എടത്തൂടെന്ന് പറയും. നാടൻ ഭാഷ അതാണ്. നിങ്ങൾ എത്ര പേർക്ക് പിടികിട്ടുമെന്ന് എനിക്കറിയില്ല. എടത്തൂടെന്ന് പറയും. അപ്പോൾ എടത്തൂട് പരിപാടികളുള്ള റയറായിട്ടേ ഉള്ളൂ. എല്ലാ അച്ഛന്മാരും അങ്ങനെ എടത്തൂട് അറിയാവുന്നവരൊന്നുമല്ല. എടത്തൂട് അറിയാവുന്ന പ്രസിദ്ധരായ അച്ഛന്മാരുണ്ടായിരുന്നു എടത്തൂട്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പുള്ളികളുണ്ടായിരുന്നു. അതൊക്കെ ആ ഒരു സമൂഹത്തിലാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് കൈമാറി കിട്ടിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ചരിത്രമാണ്. ഇപ്പോൾ ഈ വിശുദ്ധ ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഗ്രഹിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ, ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടു. ആ അച്ഛൻ്റെ പ്രസംഗത്തിൽ ഈ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നതും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതും എന്തിനെന്ന് പറയുന്ന ഒരു വീഡിയോയാണ് കാണാനിടയായത്. അപ്പോൾ ആ വീഡിയോ ഞാനൊരു ഇച്ചിരിയേ കണ്ടോളൂ. പല സഹോദരങ്ങളും അത് കണ്ടിട്ട് പറഞ്ഞു വളരെ രസകരമായിരിക്കുന്നു അച്ഛൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അതിനകത്ത് കണ്ടെത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയും അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. എന്തിനെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യർ എത്രമാത്രം അന്ധതയിലാണ്. കൃപയാൽ നമുക്ക് ദൈവം തന്ന ഭാഗ്യാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. വചനത്തെ അതിൻ്റെ തനിമയിൽ നിന്ന് വളച്ചൊടിച്ച് കളയുന്നതും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നും മറിച്ച് കളയുന്നതുമായ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരച്ഛനുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ചോദ്യാവലിയും വർത്തമാനമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വേറൊരച്ഛനെയും കൂടെ വലിച്ചിടാനായിട്ട് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മോട് കാണിച്ച കരുണ എത്രമാത്രമാണ്. ഇന്ന് നമ്മളായിരിക്കുന്ന അവസ്ഥ, ഇതുപോലെ ശൂന്യതയിൽ നിന്നാണ് ദൈവം നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്നത്, ഇത്രത്തോളം ബോധ്യങ്ങളെ തന്നത്, പ്രാപ്തമാക്കി നിർത്തിയത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ പറയുന്ന ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ ക്ഷണനേരം കൊണ്ട് നമുക്ക് അതിന് മറികടന്ന് പോകാനായിട്ട് കഴിയും. അപ്പം ആ അച്ഛൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ച് എബി. കിഴക്കോട്ട് അഭിമുഖമായി നിന്നുകൊണ്ടാണ് ഈ പാരമ്പര്യത്തെ സഭ മുറുകെ പിടിച്ചുകൊണ്ട് 2-ാം നൂറ്റാണ്ട് മുതൽ നമുക്കുണ്ടായിരുന്ന ചരിത്രത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും പൗരസ്ത്യ സുറിയാനി സഭ കിഴക്കോട്ട് മാത്രമേ നിന്നുകൊണ്ട് ആരാധിക്കുകയുള്ളൂ. അതിൻ്റെ ഉറവിടം 2-ാം നൂറ്റാണ്ടിലല്ല, കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിലാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കിയെന്നാണ്. ഇപ്പോൾ പർദീസ, ഏദൻ തോട്ടം, ഇത് കിഴക്കാണ് നിർമ്മിതം. അതുപോലെ തന്നെ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ പ്രവചന പുസ്തകത്തിൽ 43, 44, 46, 47 അധ്യായങ്ങൾ നിറയെ കിഴക്കിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രവാചകൻ വർണ്ണിക്കുന്നുണ്ട്. 43-ാം അധ്യായം 4-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യഹോവയുടെ തേജസ് കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി ആലയത്തിലേക്ക് പ്രവേശിച്ചു. 44-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അതുപോലെ തന്നെ 46-ാം അധ്യായം 12-ാം വാക്യം ഇപ്രകാരം പറയുന്നു, എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം അവന് തുറന്നു കൊടുക്കണം.
44 അധ്യായം 1 വാക്യം നമ്മൾ വായിച്ചതാണെങ്കിലും അതിൻ്റെ താഴോട്ടുള്ള ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ആശയം കൂടെ അടങ്ങിയിട്ടുണ്ട്. 44 അധ്യായം 1 വാക്യത്തിൽ, അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു, എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളിച്ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. കിഴക്കിൻ്റെ പ്രാധാന്യത്തെ മാത്രമല്ല, ഈ ഗോപുരത്തെ പരിശുദ്ധ മാതാവിനോട് ഉപമിച്ചിട്ടുണ്ട്. സ്ലീബ നമസ്കാരത്തിലെ രാത്രി നമസ്കാരത്തിൽ പരിശുദ്ധ മാതാവിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള 1 കൗമായിൽ ഇപ്രകാരം ഒരു ഗീതമുണ്ട്. മോഹനസുന്ദര നാമങ്ങൾ നൽകി പൂർവിക നീതിജ്ഞർ കന്യക ദാവീദിൻ മകൾ മറിയാമിനായി പൂട്ടിയ വാതിലിതെന്നേവം ഹസ്കിയേലോതി. അങ്ങനെ ദീർഘമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ മാതാവിനെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. അതിലൊന്നാണ് പൂട്ടിയ വാതിലിതെന്നേവം ഹസ്കിയേലോതി. ഇതിന് തത്തുല്യമായ ഒരു വാക്യമാണ് ഉത്തമഗീതം 4 അധ്യായം 12 വാക്യത്തിലുള്ളത്. അതിപ്രകാരം പറയുന്നു, എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ഇതെല്ലാം പരിശുദ്ധ മാതാവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പിതാക്കന്മാർ ഉപമകളായിട്ട് വർണ്ണിക്കുന്നുണ്ട്. ഈ ഗോപുരം തുറക്കാതെ അടച്ചിട്ടിരിക്കണം, അതിൽ കൂടി ആരും പ്രവേശിക്കുവാൻ പാടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ മാതാവിനെ നിത്യകന്യകയായിട്ട് സഭ ആദരിക്കുന്നതിൻ്റെ മറ്റൊരു കാര്യം. ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഉപവസിച്ചിട്ട് വേണം വരുവാൻ. അതിൻ്റെ കാരണം എന്താണ്? കർത്താവിന് ഇരിപ്പിടമാകുന്ന നമ്മുടെ ഉദരം ആ സമയത്ത് മറ്റൊന്നും അവിടെ പ്രവേശിക്കുവാൻ അനുവദിച്ചുകൂടാ. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, കർത്താവ് കയറിയ കഴുത, ആരും കയറിയിട്ടില്ലാത്ത കഴുത, കർത്താവിനെ അടക്കിയ കല്ലറ, ആരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറ, കർത്താവ് ജനിച്ച ഉദരവും മറ്റാരും അന്നുവരെയോ അതിനുശേഷമോ ജനിച്ചിട്ടില്ലാത്ത ഉദരമാണ്. കാരണം കർത്താവ് കടന്ന ഉദരമാണ്. അതുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്ന നമ്മുടെ ശരീരത്തിലും ഉപവാസത്തോടുകൂടി അത് സ്വീകരിക്കുവാൻ വരണം എന്ന് പറയുന്നതിൻ്റെ കാര്യം, മറ്റൊന്നും സ്വീകരിക്കുന്നത് വരെ അവിടെ ഓക്കുപ്പൈ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതും കൊണ്ടാണ്. നമുക്ക് തിരിച്ചു വരാം. ഈ ഗോപുരം കിഴക്കോട്ട് ദർശനമുള്ളതായിരുന്നു. അതുപോലെ തന്നെ യെഹെസ്കേലിൻ്റെ പുസ്തകം 47 അധ്യായത്തിൽ ആലയത്തിൻ്റെ കിഴക്ക് നിന്ന് പുറപ്പെടുന്ന ഒരു നദിയെപ്പറ്റി പറയുന്നുണ്ട്. ആ നദി പരിശുദ്ധാത്മ നദിയാണെന്ന് ആഴത്തിലേക്ക് വേദപുസ്തകം വായിക്കുന്നവർക്ക് പിടികിട്ടും. ദാഹിക്കുന്ന ഏവനുമേ എൻ്റെ അടുക്കൽ വന്ന് കുടിപ്പീൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദി പുറപ്പെടും. ആ നദി പുറപ്പെട്ടു വരുന്നത് ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്നാണ്. യെഹെസ്കേൽ പ്രവാചകനോട് യഹോവ കൽപ്പിക്കുന്നു, നീ മുന്നോട്ട് നടക്കുക. മുന്നോട്ട് നടക്കുന്തോറും ഈ വെള്ളത്തിൻ്റെ ആഴം കൂടിക്കൂടി വരികയാണ്. ആ നദി പുറപ്പെട്ടത് കിഴക്ക് നിന്നാണ്. യെഹെസ്കേൽ പ്രവാചകൻ കിഴക്കോട്ട് നടന്ന് അടുക്കുന്തോറും ഈ നദിയിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം അവൻ മുഴുവനും അതിൽ മുങ്ങി. ഈ വീഡിയോയിലൂടെ അച്ഛൻ പറഞ്ഞു വരുന്നത് കിഴക്കിൻ്റെ ഒരു പ്രാധാന്യമാണ്. കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കാര്യകാരണങ്ങൾ അതിൻ്റെ മുന്നമേയുള്ള ഭാഗത്തുണ്ട്. അത് നമ്മൾ കേട്ടില്ലെന്നേ ഉള്ളൂ. ആ ഭാഗത്ത് അച്ഛൻ വ്യക്തമായി പറയുന്നുണ്ട്. യെസക്കേലിൻ്റെ പുസ്തകത്തിലെ ഈ കിഴക്കിൻ്റെ പ്രാധാന്യമാണ് പിന്നീട് പറയുന്നത്. അങ്ങനെ അവിടെ ഈ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തെക്കുറിച്ചും അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വരികയാണ്. യെസക്കേൽ 40 മുതൽ 47 വരെ നമ്മൾ കാണുന്ന മിലേനിയൻ ടെമ്പിളിനെ കുറിച്ചാണ്. അതായത് സഹസ്രാബ്ദ വാഴ്ചയിലുള്ള ആലയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് അവിടെ കാണുന്നത്. അവിടെ ചില കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇവർ കിഴക്കിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ വേറെ ചില ഭാഗങ്ങളൊക്കെ എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. കിഴക്കിൻ്റെ ചില പ്രാധാന്യങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞിട്ടാണ് യെരുശലേം ദൈവാലയത്തോടുള്ള ബന്ധത്തിലുമൊക്കെ കിഴക്കിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വിഷയം നേരത്തെ പഠിച്ചിട്ടുള്ളവരാണ്. കിഴക്കുമായി ബന്ധപ്പെടുത്തി നമ്മൾ കണ്ടിട്ടുള്ള ചില വെളിപ്പാടുകളുണ്ട്. അതായത് മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്തിറക്കി വിട്ടത് കിഴക്ക് വശത്തൂടെയാണ്. അവിടെ തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകൾ നിൽക്കുകയാണ്. കാലങ്ങൾ ഒത്തിരി മുന്നോട്ട് പോയി.
മുന്നോട്ട് പോയതിനു ശേഷം ദൈവം തൻ്റെ രക്ഷേണ്യ പദ്ധതിയുടെ ചുരുളഴിക്കുകയാണ്. അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ആരംഭം കുറിക്കുകയാണ്. അബ്രഹാമിനോട് പറയുകയാണ്, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള കാര്യം വാഗ്ദത്തം കൊടുക്കുകയാണ്. അങ്ങനെ അബ്രഹാമിനെ വേർതിരിക്കുന്നു. അബ്രഹാമിൽ നിന്നൊരു ജനതതി പുറത്തേക്ക് വരുന്നു, അതാണ് ഇസ്രായേൽ. അങ്ങനെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ ജനവർഗത്തിൽ നിന്നാണ് മെശിഹ പുറത്തേക്ക് വരേണ്ടത്. അങ്ങനെ മെശിഹായിലൂടെ സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പ്, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ നാന്ദി എന്നോണം അബ്രഹാമിൻ്റെ ഭവനത്തിൽ വന്ന് ദൈവം ഫെലോഷിപ്പ് കൊടുത്തു. പിന്നെ ഇസഹാക്കിനോടും യാക്കോബിനോടുള്ള ബന്ധത്തിലൊക്കെ ഈ ഫെലോഷിപ്പ് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അവരുടെ മക്കളായ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവരുടെ നടുവിൽ വലിയവനായ ദൈവം വസിക്കാൻ ആരംഭിക്കുകയാണ്. ദൈവസഭയുടെ നിഴലുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ വിഷയങ്ങൾ പഠിക്കുന്നത്. അതായത് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് മരുഭൂമിയിലൂടെ കൊണ്ടുപോകുമ്പോൾ അവരുടെ നടുവിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. ആ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ പർവ്വതത്തിലെ മാതൃകപ്രകാരം മോശെ അതുണ്ടാക്കി. അങ്ങനെ ആ കൂടാരത്തെക്കുറിച്ചുള്ളൊരു പഠനത്തിൽ നമ്മൾ ഏർപ്പെട്ടവരാണ്. അങ്ങനെ കൂടാരത്തിന് ഒരേ ഒരു വാതിലാണ്. ആ വാതിലിരിക്കുന്ന കിഴക്ക് വശത്താണ്. കിഴക്ക് വശത്തെ വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഹോളി പ്ലേസിൽ വരുമ്പോൾ നമ്മൾ തിരശ്ശീലയിൽ കെരൂബുകളെ കാണാൻ കഴിയും. അതിൻ്റെ മേൽമൂടിയിൽ അകത്തെ മൂടുശീലയിലും കെരൂബുകളെ കാണാനായിട്ട് കഴിയും. അങ്ങനെ ഈ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ 24-ാം വാക്യത്തിലോ മറ്റോ നമ്മൾ കാണുന്ന തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി നിൽക്കുന്ന ആ കെരൂബ് കിഴക്ക് വശത്താണ് നമ്മളന്ന് കണ്ടത്. അതേ കാര്യം തന്നെ ഇവിടെ സമാഗമന കൂടാരത്തിൽ കാണുകയാണ്. കിഴക്ക് വശത്തൂടെ അകത്തേക്ക് പ്രവേശിക്കേണ്ട മനുഷ്യനോടുള്ള ബന്ധത്തിൽ അവിടെ തിരശ്ശീലയിൽ കെരൂബുകളെ കാണുമ്പോൾ ഓർക്കുക, കെരൂബ് വിശുദ്ധിയുടെ ചിഹ്നമാണ്. അതായത് ഗാർഡിയൻ ഏഞ്ചൽസ് എന്നാണ് അവരെ വിളിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ആ കാഴ്ചയിൽ തന്നെ അടുക്കരുത് എന്നുള്ളതാണ്. അടുക്കണമെങ്കിൽ രക്തം കൂടാതെ അടുക്കരുത്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ എന്താ പറയുക, അതിൻ്റെ ഒരുക്കത്തോടെയാണ് കടന്നു വരേണ്ടത്. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യും നമ്മൾ. കിഴക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു കാര്യം അതാണ്. സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് ആ സെയിം പോലെ തന്നെയാണ് യെരൂശലേം ദേവാലയത്തോടുള്ള ബന്ധത്തിലും കിഴക്ക് വശത്തൂടെയാണ് അകത്തേക്ക് പ്രവേശനം നിൽക്കുന്നത്. ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയോടുള്ള ബന്ധത്തിൽ ഈ പറയപ്പെട്ട സഹോദരങ്ങൾക്ക് മനസ്സിലാകാതെ പോയ വലിയ വെളിപ്പാടുകളാണ് നമുക്ക് തുറന്നു തന്നത്. നമുക്കെന്ന് വെച്ചാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അതാരും ആകട്ടെ ദൈവത്തെ അന്വേഷിക്കുന്ന എല്ലാവർക്കും അതങ്ങനെ തുറന്ന് ലഭിക്കുക ഉണ്ടായി. അങ്ങനെ നമുക്ക് തുറന്നു കിട്ടി എന്ന് പറയുന്ന ആ വെളിപ്പാട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. സൗരങ്ങളെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കിഴക്കുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന ചില മർമ്മങ്ങളാണത്. അതിലെ ഒരു കാര്യമാണിത്. അവർക്കും അറിയാം, അവർ ഈ വാക്യമൊക്കെ വായിച്ചിട്ടുള്ളവരാ, വായിക്കാത്തവരൊന്നുമല്ല. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ നടുവിൽ ഞാനുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന്. അത് ദൈവ സാന്നിധ്യത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. ദൈവ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടാണ് ആ വിഷയം പറയുന്നത്. അടുത്തൊരു കാര്യം, അതായത് ഗ്രേറ്റ് പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമാഗമന കൂടാരത്തെക്കുറിച്ചും യെരൂശലേം ദേവാലയത്തെക്കുറിച്ചും ഒരു മിനിമം ഐഡിയ ഉള്ളവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാകില്ല. അവിടെ രണ്ടിടത്തും ദൈവാലയത്തിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് കിഴക്ക് ഭാഗത്തൂടെയാണ് എൻട്രി. വേറെ വാതിലില്ല, ഒരൊറ്റ വാതിലേ ഉള്ളൂ. ആ വാതിൽ യേശുക്രിസ്തുവിനെ കാണിക്കാനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഒരു വാതിൽ. 2 വാതിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും കൂടെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഒരൊറ്റ വാതിൽ പഴയ നിയമകാലത്ത് ജ്ഞാനികളിൽ ജ്ഞാനിയായ വലിയവനായ ദൈവം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം യെരൂശലേമിലെ ദൈവാലയവും സമാഗമന കൂടാരവും 2 കാര്യം. ഈ 2 കാര്യവും കാൽവറിക്ക് ശേഷം റദ്ദ് ചെയ്തു എന്നുള്ളതാണ് സത്യം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ഈ പഴയ നിയമ സമ്പ്രദായങ്ങളും ആലയവും ആ കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ നിയമ സഭ ആരംഭിക്കുകയാണ്. സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ സംഘം ഒത്തുചേരുന്നതാണ്. ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ ആലയം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഞാനും നിങ്ങളുമാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയത്തിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരിഞ്ഞു നിൽക്കുന്നത്? കിഴക്കോട്ട് തിരിഞ്ഞ് കയറുന്ന കാര്യം പറയുന്നത് സമാഗമന കൂടാരത്തിൽ യെരൂശലേം ദേവാലയത്തിലുമാണ്. അന്ന് ലിറ്ററലി ആ ആലയം ഉണ്ടായിരുന്നു. ആക്ഷരികമായി അന്ന് ആലയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നടന്ന് വന്ന് കിഴക്ക് വശത്തൂടെ കയറാം, അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആലയം എന്ന് പറയുന്നത് നാമാണ്, അല്ലാതെ ഒരു ബിൽഡിംഗ് ഇല്ല. ദൈവസഭ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് അല്ല. നമ്മളൊരു 3-4 പേര് ഒരു മരുഭൂമിയിലോ
ഒരു കടൽ തീരത്തോ ഒരുമിച്ച് കൂടി നിന്ന് കഴിഞ്ഞാൽ അവിടെ സഭയാണ് ഒരുമിച്ച് കൂടി നിൽക്കുന്നത്. നാം ഓരോരുത്തരുമാണ് സഭ. നാം ഓരോരുത്തരുമാണ് വലിയവനായ ദൈവത്തിൻ്റെ മന്ദിരം. നിത്യമായ മന്ദിരമാണ് നാം. നാം ഓരോരുത്തരുമാണ് വലിയവനായ ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത്. നാം ആണ് ദൈവത്തിൻ്റെ ആലയം. അപ്പോൾ ആ ആലയത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നിങ്ങൾ കിഴക്കും പടിഞ്ഞാറും വിവക്ഷിക്കുന്നത്? നാം ആണ് ആലയം. ഇനി വേറെ ഏത് ആലയത്തിലേക്കാണ് നോക്കുന്നത്? അവിടെയാണ് ഈ പ്രിയപ്പെട്ടവരും നമ്മളും തമ്മിലുള്ള അന്തരം. ഇവിടെയാണ് വിശുദ്ധന്മാർ ഉറക്കേണ്ടത്. അവർക്ക് വെളിപ്പെടാതെ പോയ മർമ്മങ്ങൾ നമുക്ക് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കഴിഞ്ഞ നാളുകളിൽ ചില വ്യക്തികൾ, ചില കുടുംബങ്ങൾ ഞങ്ങൾ പെന്തിക്കോസ്ത് അനുഭവത്തിൽ നിന്ന് പോവുക എന്നൊക്കെ പറഞ്ഞു പോയത്. അവരിതിനകത്തേക്ക് ABCD അറിയാതെ വന്നു, ABCD അറിയാതെ ഇവിടെ നിന്ന് തിരിച്ചുപോയി. അവരിവിടെ വന്നിട്ടുമില്ല, അവർ പോയിട്ടുമില്ല. അവർ ശരീരം കൊണ്ട് കുറച്ച് നാൾ ഈ പെന്തിക്കോസ്തുകാരുടെ ഇടയിലൂടെ നടന്നെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം ഗ്രഹിച്ച് എങ്ങോട്ട് പോകാനാ? നിങ്ങൾ ഈ കാര്യം ഗ്രഹിച്ച് ഇനി എങ്ങോട്ട് പോകുമെന്ന് പറ. അന്ന് യെരുശലേമിലെ ദൈവാലയം ഉണ്ടായിരുന്നേ, അത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് കളഞ്ഞു. അതെന്തിനാ? എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ ആലയമായി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് തകർത്ത് കളഞ്ഞത്. ഇപ്പം നമ്മെ ദൈവത്തിൻ്റെ ആലയമാക്കി. ഇനി നമ്മൾ പറയാം കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെ പേരിലാന്ന് പറ. കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കൺസെപ്റ്റ് പറയുന്നത് ആലയത്തിലേക്കുള്ള പ്രവേശനത്തോടുള്ള ബന്ധത്തിലാണ് കിഴക്ക് വശത്തൂടെ വരാൻ അന്ന് പറഞ്ഞത്. ഇപ്പോൾ പുറപ്പാട് ദിവസം 26-ാം അധ്യായത്തിൽ പ്രാകാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ 38-ാം അധ്യായത്തിലും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതൊന്നും വായിക്കണ്ട. കിഴക്ക് വശത്താണ് വാതിലിരിക്കുന്നതെന്നുള്ള കാര്യം. കിഴക്ക് വശത്തൂടെയാണ് അകത്തേക്ക് പുരോഹിതൻ പ്രവേശിക്കുന്നതെന്നുള്ള കാര്യവും. അന്ന് പുരോഹിതൻ അകത്തേക്ക് പ്രവേശിക്കുന്ന അതുവഴിയാണ്. ഇന്ന് അങ്ങനെ ഒരു സമാഗമന കൂടാരം ഇല്ല. ഇന്ന് അങ്ങനെ ഒരു യെരുശലേം ദേവാലയം ഇല്ല. ഇന്ന് അങ്ങനെ അക്ഷരീയമായ ഒരു കെട്ടിടമില്ലെന്ന് അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം പറയുന്നു. അത്യുന്നതനായ ദൈവം കൈപ്പണിയായ ഒരു കെട്ടിടത്തിലും വാസം ചെയ്യുന്നില്ല. പിന്നെ താൻ വാസം ചെയ്യുന്ന എവിടെയാ? തൻ്റെ കൈകൊണ്ട് മെനഞ്ഞെടുത്ത തൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ്റെ ഉള്ളിലാണ് ഇന്ന് വലിയവനായ ദൈവം വസിക്കുന്നത്. ഇതിനകത്ത് ദൈവം വസിക്കുക. നിങ്ങൾ ഓർക്കണം, അവിടെ എന്തുകൊണ്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചത്? ഏദൻ തോട്ടത്തിൻ്റെ കിഴക്ക് വശത്തൂടെ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യൻ കിഴക്കോട്ട് സഞ്ചരിച്ചു പോയി. ഉൽപ്പത്തി 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ കിഴക്കോട്ട് പോയെന്ന്. പിന്നീട് അത് കഴിഞ്ഞ് അബ്രഹാമിനെ വിളിക്കുന്നത് മെസോപ്പൊട്ടോമിയയിൽ നിന്നാണ്. അത് കിഴക്ക് ഭാഗമാണ്. അത് ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. കിഴക്കോട്ട് പോയ മനുഷ്യനെ തേടി ദൈവം വരികയാണ്. വന്നവനെ വിളിക്കുകയാണ്, അബ്രഹാമിനെ വിളിക്കുകയാണ്. എന്നിട്ട് അബ്രഹാമിൻ്റെ തലമുറയെ തന്നോട് അടുപ്പിക്കുകയാണ്. ആ അടുപ്പിക്കുമ്പോൾ അതിനായിട്ടാണ് സമാഗമന കൂടാരം വെച്ചത്. കൂടാരത്തിന് മുമ്പിൽ യാഗപീഠം വെച്ചു. എന്നിട്ട് അവിടെ ഒരു വാതിലും വെച്ചു. ആ വാതിലിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്ന കിഴക്ക് ഭാഗത്തൂടെയാണ്. അത് ഏദൻ തോട്ടവുമായി ബന്ധപ്പെട്ട് കിഴക്ക് വശത്തൂടെ പുറത്തേക്ക് വന്നതിൻ്റെ ആ ഒരു പഠനത്തിലാണ് ഇത് തെളിഞ്ഞു വരുന്നത്. ഇവിടെ ആലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് തേജോമയനായ ദൈവം വസിക്കുന്നു. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാവില്ല. സമാഗമന കൂടാരത്തിൻ്റെയും യെരുശലേം ദേവാലയത്തിൻ്റെയും അതിപരിശുദ്ധ സ്ഥലത്ത് തേജോമയനായ ദൈവം വസിക്കുന്നു. വെളിയിൽ നിൽക്കുന്ന മനുഷ്യൻ, തെരഞ്ഞെടുക്കപ്പെട്ട അവരുടെ പുരോഹിതന്മാർ കിഴക്ക് വശത്തൂടെ ദൈവസന്നിധിയിലേക്ക് നടന്നു വരികയാണ്. തേജോമയനായ ദൈവത്തിൻ്റെ സാന്നിധ്യോടെ ഉണ്ടെന്നേ. ഇതാണ് അതിൻ്റെ വഴി എന്ന് പറയുന്നത്. അതേസമയം യെരുശലേം ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് വസിച്ചിരുന്ന തേജോമയനായ ദൈവം ഇന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കുകയാണ്. ഇന്ന് പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുകയാണ്. എന്നെ സ്നേഹിച്ചെൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരുടെ ഉള്ളിൽ ഞാനും പിതാവും വന്ന് വസിക്കുമെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം ഇന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുകയാണ്. ഇന്ന് തേജോമയനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഇവിടെയാണ് വിദ്യാഭ്യാസമൊക്കെ വട്ടപൂജ്യം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം കൊണ്ടൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കൃപയുടെ വ്യാപാരം വേണം. ദൈവകൃപയുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സൗരങ്ങൾ ഇതൊക്കെ ഓർത്തുപോയി ദൈവസന്നിധി സന്തോഷിക്കണം കേട്ടോ. ഇത്ര വലിയ പൊട്ടത്തരത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു. ഇന്ന് നമുക്ക് കിഴക്കും പടിഞ്ഞാറൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലും ചില ആൾക്കാർ ഈ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു വരും. ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നമ്മുടെ ഒരു സാമൂഹ്യമായ രീതിയാണ് ഇങ്ങനെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലൊക്കെ കടന്നു വരുമ്പോൾ ചെരുപ്പ് ഊരിയിടുക എന്നുള്ളത്. മുന്നമേ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്ന് ഓടിച്ചു പറഞ്ഞേക്കാം. ചെരുപ്പ് ഊരിയിടുക. കാരണം നമ്മുടെ അങ്ങനത്തെയുള്ള സംവിധാനങ്ങളൊക്കെ അടിച്ചു വാരി തൂത്ത് ഈ മാറ്റൊക്കെ ഇട്ടിരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് ചെരുപ്പിട്ടുകൊണ്ട് ആരും കയറി വരില്ല. അത് തന്നെയല്ല ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ചെരുപ്പിട്ടുകൊണ്ട് ചെല്ലില്ല. നമ്മൾ ഷൂസൊക്കെ ഊരി വെച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് കയറി ചെല്ലുന്നത്.
അതൊരു ആഗോള ഉപദേശമായിട്ട് എടുക്കരുത്. അതൊരു ആഗോള ഉപദേശമായിട്ട് എടുക്കരുത്. അതിന് ഇവർ പറയുന്നത്, മോശ ചെരുപ്പൂരിയിട്ടു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകൊണ്ട് ചെരുപ്പൂരിയിടുക, ദൈവസാന്നിധ്യമുണ്ട്. യോശുവയോട് പറഞ്ഞു, നീ ചെരുപ്പൂരിയിടുക, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, അതുകൊണ്ട് ചെരുപ്പൂരിയിടുക. അതാണ് ഉപദേശത്തിന് എടുത്തോണ്ട് വരുന്നത്, ചെരുപ്പൂരിടാനുള്ളതിന്. ഈ അടുത്തിടയ്ക്ക് ഒരു സഹോദരനുമായിട്ട് ഞാൻ സംസാരിച്ചു, പുള്ളിയുടെ തലയിൽ കയറുന്നില്ല. പുള്ളി പറയുന്നത് അവരുടെ ആ കൂട്ടായ്മയ്ക്കകത്ത് വിദേശത്ത് ഒരു സ്ഥലത്താണ്, മിഡിൽ ഈസ്റ്റിലൊരു സ്ഥലത്താണ് കൂട്ടായ്മയിൽ ആളുകൾ ഷൂ ഇട്ടുകൊണ്ട് കയറുന്നു എന്നുള്ളതാണ് പരാതി പറഞ്ഞത്. അത് മിഡിൽ ഈസ്റ്റിലൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മിഡിൽ ഈസ്റ്റിലൊന്നും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും അങ്ങനത്തെ വലിയ പ്രാക്ടീസിനൊന്നും പോകാതിരിക്കുക. പക്ഷെ നമ്മളത് വചനം എടുത്തു വെച്ചൊന്നും പറയരുത്. അതൊരു കീഴ്വഴക്കെന്നുള്ള നിലയിലാണ് പറയാവുള്ളൂ. അതൊരു മര്യാദയല്ല. എല്ലാവരും അത് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ അലക്ഷ്യമാക്കരുത്, അങ്ങനെ ചെയ്യരുതെന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. വചനം വെച്ച് 8 നിലയിൽ പൊട്ടിപ്പോവില്ലേ? ഉടനെ പറയുന്ന മോശയുടെ കാര്യം യോശുവയുടെ കാര്യമാണ്. അവർ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായതുകൊണ്ട് ചെരുപ്പൂരിടാനാണ് പറഞ്ഞത്. കാരണം ദൈവസാന്നിധ്യമുണ്ട്. ഇന്ന് ആ ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിലല്ലേ സഹോദര? അങ്ങനെയാണ് ജീവകാലം ചെരുപ്പിടാൻ പറ്റുമോ? ഇതിനൊന്നും വിദ്യാഭ്യാസം കൊണ്ട് കാര്യമില്ല കേട്ടോ. കൃപയാണ്, കൃപയുണ്ടായാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഇന്ന് ആ തേജോമയനായ ദൈവം പർവ്വതത്തിൽ ഇറങ്ങി വന്ന ദൈവം പർവ്വതത്തിലല്ല, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുക. വന്നും പോയി നിൽക്കുകയല്ല, ഇവിടെ വസിക്കുക. ഇങ്ങനെ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇനി ചെരുപ്പിടും? നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ശാന്തമായി ഇരുന്ന് ഉച്ച കഴിഞ്ഞൊന്ന് ആലോചിക്കുക എല്ലാവരും. ന്യൂസിലാൻഡുകാർ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് കിടന്നോളുക. അതേസമയം നിങ്ങൾ യൂറോപ്പിലേക്ക് വരിക. യൂറോപ്പിൽ പല സ്ഥലത്തും മൈനസാണ്. -30, 40, 60 എന്നൊക്കെ പറഞ്ഞാണ് അവിടുത്തെ ടെമ്പറേച്ചറുകൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ അവർ വീട്ടിലാകട്ടെ, ഓഡിറ്റോറിയങ്ങളിലാകട്ടെ, ചർച്ച് ബിൽഡിങ്ങുകളിലാകട്ടെ, എവിടെയും വരുമ്പോൾ ഷൂസും 1-2 സോക്സും കൂടി ഇടുമായിരിക്കും. അങ്ങനെ ഇട്ടാൽ പോലും അവൻ കിളികളായി വിറയ്ക്കും. ആ സൈസ് തണുപ്പത്ത് ചെരുപ്പൂരിട്ടിട്ട് വന്നെന്ന് പറഞ്ഞാൽ അവൻ തീർന്നു പോവും. സായിപ്പ് ഒരു നോട്ടം നോക്കുക, ആ നോട്ടത്തിൽ നിങ്ങൾ ദഹിച്ചു പോവും. നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഉപദേശം സ്ഥാപിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഉപദേശമായിട്ടല്ല എടുക്കേണ്ടത്, കീഴ്വഴക്കമായിട്ട് എടുക്കണം. നമ്മുടെ നാട്ടിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ എടുക്കുക. ഇതൊക്കെ വിശദീകരിക്കണം ഇനിയും, പക്ഷേ സമയക്കുറവുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഓക്കെ, അപ്പോൾ കിഴക്കിൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലായില്ലേ? അന്ന് സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് വശത്തൂടെ കയറുന്നു, യെരുശലേം ദേവാലയത്തിൻ്റെ കിഴക്ക് വശത്തൂടെ കയറുന്നു. ആ സമാഗമന കൂടാരത്തിൻ്റെ യെരുശലേം ദേവാലയത്തിൻ്റെയും അസലെന്ന് പറയുന്നത് ഇന്ന് ഞാനും നിങ്ങളുവാ. നാം ആണിന്ന് ദൈവത്തിൻ്റെ ആലയം. പിന്നെ എങ്ങോട്ടാണ് കിഴക്കും പടിഞ്ഞാറുമായിട്ട് തിരിയുന്നത്? പിന്നെ പറയാണ് 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന്. പിന്നെ എങ്ങനെ തിരിഞ്ഞു നിൽക്കും? 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറയുന്ന കർത്താവ് പിന്നെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും? ചിന്തിക്കേണ്ട കാര്യങ്ങളാണിത്. ഓക്കെ, അതും കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വേഗം പോകാം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം, ആ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഷിജിപ്പാസ് ഉണ്ടോ? ഉത്തമഗീതം 4:12. എന്റെ സഹോദരി, എന്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറ്. സഹോദരങ്ങളെ, എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി ബഹുമാനപ്പെട്ട അച്ഛൻ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സിറിയൻ സമൂഹത്തിൻ്റെ എല്ലാ പഠനങ്ങളും അറിയാവുന്നവരല്ലല്ലോ നമ്മൾ. എല്ലാ കാര്യങ്ങളും നമുക്കറിയില്ല. പണ്ട് കാലത്ത് നമ്മൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് ഇപ്പോൾ എല്ലാം ഓർത്തിരിക്കുന്നൊന്നുമില്ലല്ലോ. യൗവന പ്രായത്തിൽ നമ്മൾ ഈ ആത്മീയമായ ഒരു ബന്ധമില്ലാതെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പല കാര്യങ്ങളും അന്ന് കേൾക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇങ്ങനെ ഈ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ടാണ് പലതും കേൾക്കാനായിട്ട് പറ്റുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ പറയുന്നത്, എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്നൊരു തോട്ടം, അടച്ചിരിക്കുന്നൊരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്നൊരു കിണർ. എൻ്റെ സഹോദരി, എൻ്റെ കാന്ത എന്ന് വിളിച്ചുകൊണ്ട് ഉത്തമഗീതത്തിൽ സംബോധന ചെയ്യുന്നത് ശൂനേംകാരത്തിയെ ഇടയച്ചേർക്കാൻ വിളിക്കുന്ന കാര്യങ്ങളാണത്. ഉത്തമഗീതത്തിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് ശൂനേംകാരത്തിയും ഇടയച്ചെറുക്കനും. അവിടെ ഇടയച്ചെറുക്കൻ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്. ശൂനേംകാരത്തിയെ കാണിക്കുമ്പോൾ ദൈവസഭയാണ് കാണിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിലാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. ശൂനേംകാരത്തി തൻ്റെ പ്രിയനെക്കുറിച്ച് വർണ്ണിക്കുന്നില്ലേ പല കാര്യങ്ങളും? പ്രിയയെക്കുറിച്ച് പ്രിയൻ വർണ്ണിക്കുന്നില്ലേ? അതൊക്കെ മറിയെക്കുറിച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഭയങ്കര ഭോഷത്വമാണത്. എന്തൊരു ഭയങ്കര ഭോഷത്വമാണ്. ഈ എപ്പിസ്കോപ്പൽ സഭകളിലെ ചില സമൂഹങ്ങളൊക്കെ, കാത്തലിക്ക്, ഓർത്തഡോക്സ് ഒക്കെ സഭയെ മാതാവ് എന്നാണ് വിളിക്കുന്നത്. സഭാമാതാവ് എന്നാണ് പറയുന്നത്. സഭാമാതാവെന്ന്. അതൊരു ലോക തമാശയാണ്.
സഭയെ എങ്ങനെ മാതാവ് എന്ന് വിളിക്കുന്നത്? ബൈബിളിൻ്റെ ക്രമപ്രകാരം സഭയെ എങ്ങനെ മാതാവ് എന്ന് വിളിക്കും? സഭയെ കർത്താവിൻ്റെ മണവാട്ടിയായിട്ടാണ് പരിഗണിക്കുന്നത്. നിർമ്മല കന്യക എന്നാണ് വിളിക്കുന്നത്. നിർമ്മല കന്യകയെ മാതാവ് എന്ന് വിളിക്കാൻ പറ്റുമോ? നിർമ്മല കന്യക എന്നല്ലേ സഭയെ വിളിക്കുന്നത്. ആ നിർമ്മല കന്യക എന്നാ 5-8 പിള്ളേരെ പ്രസവിച്ചത്? അങ്ങനെ മാതാവ് എന്ന് വിളിക്കണമെങ്കിൽ 1-2 പിള്ളേരൊക്കെ വേണ്ടേ? ഈ സഭയിലെ അംഗങ്ങളെല്ലാം സഭയുടെ മക്കളെന്നുള്ള നിലയിലായിരിക്കും, സഭാമക്കളെന്ന് വിളിക്കുമല്ലോ, ആ അർത്ഥത്തിലായിരിക്കും ഉദ്ദേശിക്കുന്നത്. സഭയാണോ ആളുകളെ പ്രസവിക്കുന്നത്? സഭയാണോ പ്രസവിക്കുന്നത്? അതെങ്ങനെയാ? ഈ സുവിശേഷ നിമിത്തം പ്രസവിച്ച് വീഴുന്ന സഭയ്ക്കകത്തേക്കാന്ന് പറയാം. സഭ പ്രസവിച്ചു എന്ന് പറയാൻ പറ്റുമോ? സുവിശേഷ നിമിത്തമേ വീണ്ടും ജനിച്ചവൻ വന്ന് കയറുന്നത് സഭയ്ക്കകത്താണ്. അതല്ലാതെ സഭ പ്രസവിച്ചു എന്ന് എങ്ങനെയാണ് പറയുന്നത്? സഭയാണോ നമ്മെ പ്രസവിച്ചത്? സുവിശേഷം എന്ന വിത്ത് അല്ലെങ്കിൽ വചനമാകുന്ന വിത്ത് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ജനിച്ച് ദൈവ കുടുംബത്തിലെ അംഗമാകുന്നു, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ വരുന്നു, അല്ലെങ്കിൽ ദൈവസഭയുടെ ഭാഗമാകുന്നു. സഭയെ അതൊരു ഭയങ്കര വിചിത്രമായ ഒരു ആശയമാണ്. ആ ആശയം തെറ്റായി കൊണ്ടുവന്നിരിക്കുന്നതാണ്ടോ? കെട്ടിയടച്ച തോട്ടം, അതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡികളുണ്ട്. കെട്ടിയടച്ച തോട്ടം എന്നുള്ള അതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്നൊരു തോട്ടം, അടച്ചിരിക്കുന്നൊരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്നൊരു കിണർ. ആ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് 3ഉം ദൈവസഭയോടുള്ള ബന്ധത്തിൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് എവിടെയാണ് വെച്ചത്? അത് അങ്ങനെ പറയാനായിട്ട് അച്ഛനെ പ്രേരിപ്പിച്ചത് എസെക്കിയേൽ 46-ാം അധ്യായത്തിലെ ഒരു വാക്യമുണ്ട്. അതായത് യെരുശലേമിൻ്റെ ചുറ്റുമതിലിനെ കുറിച്ച് നമ്മൾ പഠിച്ച് പെൻഡിങ് വെച്ചിരിക്കുന്ന ആൾക്കാരാ. അതിൽ കിഴക്കൻ ഗേറ്റ് ഉണ്ട്, അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മുടെ പ്രസംഗം പെൻഡിങ്ങിലാണ് കേട്ടോ. എല്ലാവരും മറന്നുപോയി കാണുമോ? കിഴക്കൻ ഗേറ്റിലേക്ക് പോയിട്ടില്ല. അതായത് ഈസ്റ്റേൺ ഗേറ്റ്, അതിന് സുവർണ ഗോപുരം, ഗോൾഡൻ ഗേറ്റ് എന്നും അങ്ങനെയും പറയും. ഈ കാലഘട്ടത്തിൽ പറയുന്നതാണത്. അപ്പോൾ ഈ കിഴക്കൻ ഗേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ആ ഗേറ്റിലൂടെയാണ് യേശു ക്രിസ്തു ബഥാന്യ വഴി യെരുശലേമിലേക്ക് വന്നത്. അങ്ങനെ യെരുശലേമിലേക്ക് വന്ന് യെരുശലേമിൽ താൻ വിസ്താരത്തിൽ അകപ്പെട്ടു. വിസ്താരമെല്ലാം കഴിഞ്ഞ് ക്രൂശുമായിട്ട് ഈ കിഴക്കൻ ഗേറ്റിലൂടെയാണ് താൻ പുറത്തേക്ക് പോയത്. ഗോൽഗോഥായിലേക്ക് നടന്നു പോയത് ഈസ്റ്റേൺ ഗേറ്റ് വഴിയാണ്, കിഴക്കേ ഗോപുര നട വഴിയാണ് കടന്നുപോയത്. പിന്നീട് ആ കിഴക്കേ ഗോപുരം അടച്ചു. അത് ഇന്ന് വരെ തുറന്നിട്ടില്ല. അതിനോടനുബന്ധിച്ചാണ് 24-ാം സങ്കീർത്തനത്തിൽ പറയുന്ന, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ പ്രഭു വരുവാൻ സമയമായെന്നൊക്കെയുള്ള കാര്യങ്ങൾ 24-ാമത്തെ സങ്കീർത്തനത്തിൽ പറയുന്നത്. യേശു ക്രിസ്തു യെരുശലേമിൽ പ്രവേശിക്കുന്ന സമയത്ത് കിഴക്ക് വശത്തെ ഗോപുരത്തിലൂടെയാണ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതെന്നാണ് പൊതുവെ ഒരു ഐതിഹ്യം പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അങ്ങനെയുണ്ട്. കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അതൊരു സത്യം തന്നെയാണ്. ഇന്നും അത് അടഞ്ഞു കിടക്കുകയാണ്. തുർക്കികളുടെ കയ്യിൽ ഈ യെരുശലേം ഇരുന്ന സമയത്ത് തുർക്കി സുൽത്താൻ അത് തുറക്കാൻ നോക്കി. അപ്പോൾ ഒരു യഹൂദ റബി വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ്, തുറന്നാൽ നിൻ്റെ കാര്യം പോക്കാന്ന് പറഞ്ഞു. പേടിച്ചു പോയി പുള്ളി. അത് വേറെ കല്ലും മണ്ണൊക്കെ വെച്ചിട്ട് ആ വാതിൽ എന്ത് ചെയ്തു? പുറമേ നിന്നത് അടച്ചു കളഞ്ഞു. വാതിലകത്തിരിപ്പുണ്ട്, പുറത്ത് വേറെ ഇഷ്ടി വെച്ചത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. പേടിച്ചു പോയി. അപ്പോൾ അങ്ങനെ ആ വാതിൽ ഇന്നും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ വാതിൽ തുറക്കുന്ന സമയം അന്നാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ വാതിലിലൂടെ യേശുക്രിസ്തു പ്രവേശിക്കുമ്പോഴാണ് അത് തുറക്കപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ അടച്ചിരിക്കുന്ന വാതിൽ മറിയെ കാണിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തെ ഈ ഉത്തമഗീതത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലെ ഈ അടച്ചിരിക്കുന്ന കിഴക്കേ ഗോപുരത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അത് പൂർവ്വപിതാക്കന്മാർ വിശ്വസിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് അവർ പഠിപ്പിച്ചു കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ആ പൂർവ്വപിതാക്കന്മാരും അന്നത്തെ സഭാപിതാക്കന്മാരെന്ന് പറയുന്നവർ എത്ര കുഴിയിലാണ് കിടന്നതെന്ന് ചിന്തിച്ചു നോക്കേണ്ടി വരും. അവരെന്താ പഠിപ്പിച്ചു വെച്ചത്? ഉത്തമഗീതത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇടയച്ചെറുക്കനും ശൂന്യംകാരത്തിയാ. അവിടെ എങ്ങനെയാണ് മറിയ വരുന്നത്? ഇടയച്ചെറുക്കൻ കല്യാണം കഴിക്കുന്നത് മാതാവിനെയാണോ കല്യാണം കഴിക്കുന്നത്? സഭാമാതാവിനെയാണോ കല്യാണം കഴിക്കുന്നത്? അതേ മണവാട്ടിനെയാണോ കല്യാണം കഴിക്കുന്നത്? അമ്മേനെയാണോ ആൾക്കാർ കല്യാണം കഴിക്കാൻ പോകുന്നത്? മണവാട്ടിനെയല്ലേ കല്യാണം കഴിക്കുന്നത്? അതായത് ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. ഇവർ ഈ പൂർവന്മാർ പഠിപ്പിച്ചു എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൻ്റെ സുഗമമായ വ്യാഖ്യാനങ്ങൾക്കും പഠിപ്പീരുകൾക്കും യോജിക്കുന്ന രീതിയിലല്ല പോകുന്നത്. സഭയുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനങ്ങളും പഠനങ്ങളും ഒക്കെ വളരെ തെറ്റായ നിലയിലാണ് കൊണ്ടുപോകുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കാണും. കാരണം
ഈ വാക്യം ഒരിക്കലും മറിയുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല, ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അത് നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യമാണ്. ഒരിക്കലും നമ്മളിത് കളിയാക്കാൻ പാകത്തിന് പറയുന്നൊന്നുമല്ല. ഇത് കേൾക്കുന്ന ആരും അങ്ങനെ ചിന്തിക്കരുത്. നമ്മളുടെ ഇടയിലുള്ള സഹോദര സമൂഹങ്ങളാണ്. അവരുടെ ടീച്ചിങ്സും കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ടപ്പോൾ വിശകലനം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് വിശ്വസിക്കുവാനും മരണം വരെ അത് പാലിക്കുവാനും അതിന് പ്രകാരം മുന്നോട്ട് പോകാനും അവർക്ക് അവകാശമുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായ രീതിയിൽ നമ്മൾ വിശദീകരിക്കുന്നു. അത് നമ്മുടെ കൂട്ടു സഹോദരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നീട് നമ്മുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും ഓർത്തഡോക്സുകാരന് ഒന്ന് മാറി ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു പ്രയോജനമാകട്ടെ. മണ്ടത്തരത്തിൽ നിന്ന് യഥാർത്ഥ വഴിയിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുള്ള ഒരാളെ വഴി തുറന്നു കൊടുക്കണമല്ലോ. ഒരു വിളക്ക് നമ്മൾ കത്തിച്ചു വയ്ക്കുന്നു, പാത കാണുവാൻ പാകത്തിനൊരു പ്രകാശം തുറന്നു വയ്ക്കുന്നു. തുടർന്ന് കുർബാനയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ ഇടയിലുള്ളൊരു പ്രാക്ടീസ്, കുർബാന കൈക്കൊള്ളാൻ വരുന്ന ആളുകൾ തലേദിവസം മുതൽ ഭക്ഷണം അതിൻ്റെ ക്രമീകരണത്തിലേക്ക് വന്ന് ഉപവാസത്തോടു കൂടി അല്ലാതെ ആരും കുർബാന കൈക്കൊള്ളില്ല എന്നാണ് അവസാനം പറഞ്ഞത്. ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നമ്മളതെല്ലാം എടുത്ത് അതിന് കൗണ്ടർ പറയാനൊന്നും ശ്രമിക്കുന്നതല്ല. അതിൽ കേട്ടപ്പോൾ ഒരു വിശദീകരണം അത് കൊടുക്കാം എന്നൊരു ചിന്തയിൽ നിന്ന് പറയുന്നതാണ്. അല്ലാതെ ആ ബഹുമാനപ്പെട്ട പുരോഹിതനെ ഒന്നും അവമാനിക്കാനോ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല നമ്മളിങ്ങനെ പറയുന്നത്. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ചില നുറുങ്ങുകൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഇങ്ങനൊരു ഉദ്യമത്തിലേക്ക് ഞാൻ തിരിയാൻ കാരണം, ഇന്നലെ അവരുടെ ഇടയിലുള്ള ആളുകൾ ഓണം ആഘോഷിക്കുമെന്ന് പറഞ്ഞ് പോർച്ചുഗീസുകാരെയൊക്കെ വെല്ലുവിളിക്കുന്നതാണ് കേട്ടോ. പാവം പോർച്ചുഗീസുകാർ പോയിട്ട് കൊല്ലം കുറയായി. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മണ്ടത്തരം ഇന്നതൊക്കെയാണെന്ന് നമ്മളൊന്ന് കാണുകയാണ്. നിങ്ങളുടെ അച്ഛന്മാർ പറയുന്ന കാര്യമല്ലേ ഇത്? ഇതിൽ രസകരമായ കാര്യമുണ്ട്. ഈ കിഴക്കേ ഗോപുരത്തെക്കുറിച്ചൊക്കെ ഈ എസെക്കിയേലിൻ്റെ പുസ്തകം തുറന്നു വെച്ച് ഈ അച്ഛൻ പറയുന്ന സമയത്ത് വീഡിയോയിൽ നിങ്ങൾക്ക് പിന്നീട് കാണാൻ പറ്റും. ഇപ്പം അത് കേൾക്കുമ്പോൾ അത്ര ക്ലിയർ ആയിട്ടല്ല. അദ്ദേഹം അവിടെയല്ലേ യഹോവയായ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹോവയായ ദൈവം ഈ ഗോപുരത്തിലൂടെ കടന്നു, യഹോവയായ ദൈവം ഇനി അതിലൂടെ കടക്കും എന്നൊക്കെയുള്ള യഹോവയായ ദൈവം എന്നാണ് പറയുന്നത്. അതേസമയം അദ്ദേഹത്തിൻ്റെ സീനിയർ മുതുമുത്തച്ഛൻ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞങ്ങൾ കേൾപ്പിക്കാനിരുന്നതാണ്. സമയക്കുറവുകൊണ്ട് ഇനി കേൾപ്പിക്കുന്നില്ല. അദ്ദേഹം യഹോവ കള്ളനാന്നാണ് പറയുന്നത്, യഹോവ കൊലപാതകിയാണെന്നാണ് പറയുന്നത്. അതാണ് ഇവരുടെ ഇടയിലുള്ള വൈരുദ്ധ്യങ്ങളാണ് നമ്മൾ തുറക്കുന്നത്. മെത്രാച്ചൻ പറയുന്നത് ഞാൻ യൂട്യൂബ് വീഡിയോയിലിട്ടേക്കാം, നിങ്ങൾക്ക് അന്നേരം കേൾക്കാം. അത് ശബ്ദം ക്ലിയർ അല്ല. അദ്ദേഹം പറയുന്ന മണ്ടത്തരങ്ങൾ. സ്വമേധാദാനമായ ഹോമയാഗമോ സ്വമേധാദാനമായ സമാധാനയാഗങ്ങളോ യഹോവയ്ക്ക് അർപ്പിക്കുമ്പോൾ ദൈവത്തിനെ പൂർണ്ണതയുള്ളൂ, സൃഷ്ടിയിലില്ല. ഈ ഹെഡിങ് തെറ്റാണ് ഞാൻ പരസ്യമായിട്ട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. റോങ് ഹെഡിങ്. ഗോഡ് ലൈഫ് ആൻഡ് യഹോവ എല്ലാവരും കൊന്നു. എത്ര രസകരമായിട്ടറിയാമോ? ആയിക്കോട്ടെ പിടിക്കാൻ എല്ലാവരും പറഞ്ഞു നിങ്ങൾ 3 ആൾ തിരിയണം, 3 ഒളിച്ചിരിക്കണം, വേറെ ദിവസം 3 ആൾ. അപ്പൊ അവർ വരുമ്പം എല്ലാവരും കൂടെ വന്ന് തീർച്ചയാണ്. എല്ലാവരും കൊല്ലിച്ച ദൈവമാണ് യഹോവ, പൂർണ്ണദൈവമല്ല. സ്ത്രീക ദൈവമാണ് പൂർണ്ണദൈവം. കോട്ടമാകാതെ കോട്ടമില്ലാവും. ഈ സ്നേഹത്തിന് കുറവേ ലോകത്തിലുള്ളൂ. അവർക്ക് വലിയ ആളാകട്ടോ, അവർക്ക് പുണ്യ ശ്ലോകനായ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് എന്നാ പറയുള്ളൂ, പുണ്യ ശ്ലോകനായ എന്നാ പറയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് പാതാളത്തിലേക്ക് വഴിവെട്ടിയ മനുഷ്യൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നരക സിദ്ധാന്തങ്ങൾ, അതുപോലെ അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സലിസം, അതെല്ലാം വിശുദ്ധ ബൈബിളിനും സുവിശേഷത്തിനും വിരുദ്ധനാണ് അദ്ദേഹം അഗാപ്പെ ലവ് എന്ന് പറയും. അഗാപ്പെ. ദൈവത്തിന് എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷേ യോഹന്നാൻ 3:19 നമ്മൾ വായിച്ചു കഴിഞ്ഞു. അങ്ങനെ അത് വായിച്ചിട്ടില്ല. വെളിച്ചം ഭൂമിയിലേക്ക് വന്നിട്ട് ആ വെളിച്ചത്തെ കൈക്കൊള്ളാത്തവനെല്ലാം ന്യായവിധിയിൽ അകപ്പെടുമെന്നാണ്. അവിടെ അഗാപ്പയൊന്നുമില്ല. ഇപ്പോൾ അഗാപ്പ നിൽക്കുക, വെളിച്ചം കൈക്കൊള്ളുക. തൻ്റെ പുത്രനെ കൊടുത്ത് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ ആ പ്രോസസ്സ് ആരംഭിച്ചത് സ്നേഹം കൊണ്ടല്ലേ? ആ സ്നേഹം അംഗീകരിച്ച് ഏറ്റെടുക്കാത്തിടത്തോളം കാലം ശിക്ഷാവിധിയുണ്ട്. സാത്താനും അവൻ്റെ കിങ്കരന്മാരും കിടക്കുന്ന അവിടെ മനുഷ്യന്മാർ പോയി കിടന്നിരിക്കും, ഗ്യാരണ്ടി. യേശുക്രിസ്തു അവൻ്റെ അപ്പോസ്തലന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. സുവിശേഷം കൈക്കൊള്ളാത്തവർക്കെല്ലാം ന്യായവിധിയുണ്ട്. പൗലോസ് പറയുന്നു,
എൻ്റെ സുവിശേഷ പ്രകാരം നിങ്ങളെ ന്യായം വിധിക്കുമെന്ന്. അപ്പോൾ സുവിശേഷം കേൾക്കാത്ത ആളുകളോ, അവരെ സുവിശേഷം അവരുടെ ഉള്ളിൽ ദൈവം ആക്കിയിട്ടുണ്ടെന്നേ. സുവിശേഷം കേൾക്കാനായിട്ട് ഒരു തരത്തിൽ സാധ്യതയില്ലാത്ത ഇടത്തിലെ മനുഷ്യരുടെ ഉള്ളിൽ തൻ്റെ പ്രമാണമാക്കി വെച്ചിട്ടുണ്ട്, അവരുടെ മനസാക്ഷിയിൽ. അത് വെച്ച് ന്യായം വിധിക്കും. അതുകൊണ്ട് അതൊന്നും ഓർത്താരും ഒരച്ഛന്മാരും ഭാരപ്പെടണ്ട. ആ കാര്യമൊക്കെ കർത്താവ് കൃത്യമായി ചെയ്തോളും. ന്യായവിധിയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കരുതേ, അതൊക്കെ കർത്താവ് സമയത്ത് ചെയ്തോളും. അപ്പോൾ ഇവിടെ പറയുന്ന ആ ഒരു കാര്യം ഏതാ? വെറും വയറ്റി വന്ന് കൈക്കൊള്ളേണ്ടതിൻ്റെ കാരണം എന്താ എബി പറഞ്ഞത്? ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ കുർബാന അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ഉപവസിച്ചിട്ട് വേണം വരുവാൻ. അതിൻ്റെ കാരണം എന്താണ്? കർത്താവിന് ഇരിപ്പിടമാകുന്ന നമ്മുടെ ഉദരം ആ സമയത്ത് മറ്റൊന്നും അവിടെ പ്രവേശിക്കുവാൻ അനുവദിച്ചുകൂടാ. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, കർത്താവ് കയറിയ കഴുത ആരും കയറിയിട്ടില്ലാത്ത കഴുത, കർത്താവിനെ അടക്കിയ കല്ലറ ആരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറ, കർത്താവ് ജനിച്ച ഉദരവും മറ്റാരും അന്നുവരെയോ അതിനുശേഷമോ ജനിച്ചിട്ടില്ലാത്ത ഉദരമാണ്. കാരണം കർത്താവ് കടന്ന ഉദരമാണ്. അതുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കുന്ന നമ്മുടെ ശരീരത്തിലും ഉപവാസത്തോടുകൂടി അത് സ്വീകരിക്കുവാൻ വരണം എന്ന് പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നും സ്വീകരിക്കുന്നത് വരെ അവിടെ ഓക്കുപ്പൈ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതും കൊണ്ടാണ്. ഒരു 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 സമൂഹം അവർ ഇങ്ങനെ ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുകയാണ്, നമ്മൾ കുർബാന എടുക്കുമ്പോൾ ഉപവാസത്തോടെ വരണം, അതാണ് ദൈവസന്നിധിയിൽ യോഗ്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷേ അതിന് ഉദാഹരണമായിട്ടും അലങ്കാരമായിട്ടൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഒരു തരത്തിലും ഒക്കുന്ന കാര്യങ്ങളല്ല. കാരണം യേശുക്രിസ്തുവിനെ വഹിച്ച ഉദരം എന്ന് പറയുമ്പോൾ അതൊരു പൊതുവായൊരു പദപ്രയോഗമാണ്, നിന്നെ വഹിച്ച ഉദരം എന്നൊക്കെ പറയുന്നത്. അതായത് കുർബാന യേശുക്രിസ്തു ആണെന്നാണല്ലോ അവർ പഠിപ്പിക്കുന്നത്, യേശുക്രിസ്തുവിനെയാണല്ലോ കൈക്കൊള്ളുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറൊന്നും പാടില്ലെന്നുള്ളതാണ് ആ പറഞ്ഞു വരുന്നത്, വേറൊന്നും പാടില്ലെന്നുള്ളത്. അപ്പം മറിയ തൻ്റെ ഗർഭപാത്രത്തിലാണ് ക്രിസ്തുവിനെ വഹിച്ചത്. ഇവിടെ ഉദരം എന്ന് പറയുമ്പോൾ വെറും വയറാണ്. അപ്പോൾ വയറിനകത്ത് നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണോ ചിന്തിക്കുന്നത്? അങ്ങനെ ക്രിസ്തു വയറിലേക്കാണോ വരുന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മറപ്പുരയിലേക്ക് പോകില്ലേ? എന്താ ഈ പറയുന്നത്? ഏതെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാഗമായിട്ടല്ലേ മാറുന്നത്, അത് ആത്മാവിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടോ? ആത്മാവിൻ്റെ ഭക്ഷണമാണോ നമ്മൾ ഈ കഴിക്കുന്നതൊക്കെ? അതിന് ദൈവവചനമാണ് ആത്മാവിൻ്റെ ഭക്ഷണം അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നിന്ന് കുടിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അതാണ് ആത്മാവിൻ്റെ ബലത്തിന് വേണ്ടി ചെയ്യേണ്ടത്. അതല്ലാതെ ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് അത് നമുക്ക് വിവക്ഷിക്കാൻ കഴിയുന്നത്? ഇനി വെറും വയറ്റിൽ വന്നിത് കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചില മനുഷ്യരൊക്കെ കഴിക്കുമ്പോൾ അത് കഴിച്ചത് തലേദിവസം കഴിച്ചത് എല്ലാം ദഹിക്കണമെന്നൊന്നുമില്ല. അവിടെ കാണും ആമാശയത്തിൽ അവിടെ പല സ്ഥലങ്ങളുണ്ടല്ലോ, ചെറുകുടലും വൻകുടലും ഒക്കെ ഉണ്ടല്ലോ. പിന്നെ വേസ്റ്റൊക്കെ ഇല്ലേ അതിനകത്ത്, അതൊക്കെ കാണും. അല്ലാതെ 101% ക്ലീൻ ആയിട്ടാണോ വരുന്നത്? അങ്ങനെയൊന്നും അല്ല വരുന്നത്. ഇതൊക്കെ പരീശന്മാരോടൊക്കെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കേണ്ടി വരും. നിങ്ങൾ പുറമേയുള്ള കാര്യത്തിൽ കൈ കഴുകുന്നു, അങ്ങനെ ചെയ്യുന്നു, 10 വട്ടം കഴുകുന്നു, നിൻ്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ തിന്നുന്നു. അതിനൊക്കെ കർത്താവ് മറുപടി കൊടുത്തില്ലേ മർക്കോസ് 7? പുറത്തു നിന്ന് അകത്തേക്ക് പോകുന്നതല്ല, അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അപകടം പിടിച്ചതെന്ന് അല്ലേ? സഭാവഴക്കെന്നൊക്കെ പറയുന്നത് കൈ കഴുകാത്തോണ്ടാണോ? വെറും വയറ്റി തിന്നാത്തോണ്ടാണോ സഭാവഴക്ക് 100 കൊല്ലം നടത്തിയത്? അയ്യോ, സഭാവഴക്ക് 77 ആലുവ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിലൊരു പാലമുണ്ട്. ആലുവയിൽ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിലൊരു പാലമുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് KAP-കാരുടെ അടി എന്ന് പറഞ്ഞാണ്ടല്ലോ, KAP-യോ MSP-യോ അടി എന്ന് പറഞ്ഞാൽ ആ അടിയുടെ ചന്തയാ, ഓടുക, ചെതറി ഓടുക. ആ ഓടുന്ന ഓട്ടത്തിൽ എടുത്തിയാടിയത് റെയിൽവേ ട്രാക്കിലേക്കാണ്. ജീവൻ നിലനിർത്തണമല്ലോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ 77 നടന്നത്. അത് വെറും വയറ്റി കുർബാന കൊണ്ട ആൾക്കാരാണ് എടുത്തിയാടിയത്. വെറും വയറ്റി കുർബാന കൊടുത്ത ആളുകൾ ഓടി, എല്ലാ ആൾക്കാരും ഓടി. ഇതൊന്നുമല്ല വേദപുസ്തകത്തിൻ്റെ ഉപദേശങ്ങൾ, സത്യങ്ങൾ. സഹോദരങ്ങൾ, ഇങ്ങനെ കാലാകാലങ്ങളിലായി അനേക മനുഷ്യരെ ഈ ബന്ധനത്തിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു ഫറവോന്യ ബന്ധനമാണ്. സത്യദൈവത്തെ ആരാധിക്കുവാൻ ജനത്തെ വിട്ടയക്കാതെ, ആത്മാവിൽ സത്യത്തിലുള്ള ആരാധനയ്ക്ക് വിട്ടയക്കാതെ, അവരെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകാൻ വിട്ടയക്കാതെ കെട്ടിവെച്ചിരിക്കുകയാണ്. പല പല കാര്യങ്ങളാൽ കെട്ടിവെച്ചിരിക്കുകയാണ്, ചങ്ങലകളാൽ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. പഠിപ്പിക്കുന്നതെല്ലാം മണ്ടത്തരങ്ങളാണ്. ഇന്നലെ സെപ്റ്റംബർ 14 ഇന്നലെ സ്ലീബ പെരുന്നാളാണ്.
അപ്പോൾ ആ സ്ലീബാ പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ ഞാൻ അതും എബിക്ക് അയച്ചു കൊടുത്തായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാനതിങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അത് പോയി അവസാനിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഈ പെരുന്നാൾ ആരംഭിച്ചത് AD 310 കോൺസ്റ്റന്റൈൻ്റെ മാതാവ് ഹെലൻ അവർക്ക് ഒരു സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നത്തിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെട്ട കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഈ കുസ്തിന്തീനോസിൻ്റെ പേര് പറഞ്ഞാണ് അവിടെ അവരുടെ സ്തുതികൾ ഇതിനോടുള്ള ബന്ധത്തിൽ കിടക്കുന്നത്. ആ സംഭവങ്ങൾ നിങ്ങൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഇല്ലാത്ത ഒരു പ്രാക്ടീസായിരുന്നു അത്. ഈ കോൺസ്റ്റന്റൈൻ്റെ മാതാവിലൂടെ അവിടെ മുതൽ ആരംഭിച്ച ഒരു പെരുന്നാളാണ് സ്ലീബാ പെരുന്നാൾ എന്നുള്ളത് അവർ തന്നെ എഴുതി വെച്ചിരിക്കുക. അവരുടെ തന്നെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. കുസ്തിന്തീനോസിന് സ്തുതിയും കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ രസകരമാണ്. അപ്പോൾ ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. മൊത്തത്തിൽ ഇന്ന് അവിയൽ പരുവത്തിലാണ് നമ്മൾ പറഞ്ഞു പോയത്. അവിയൽ പരുവത്തിലാണെങ്കിലും നിങ്ങൾക്ക് പ്രയോജനമുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒന്ന് കിഴക്ക് നമ്മളുമായിട്ട് സൂട്ടാകില്ല. പുതിയ നിയമ ക്രിസ്ത്യാനിയുമായിട്ട് കിഴക്ക് ഒരു തരത്തിലും നമുക്ക് കൊള്ളിക്കാൻ പറ്റില്ല. കാരണം നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുമെന്ന് പറ, ഒരു തരത്തിലും തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ കിഴക്ക് പടിഞ്ഞാറും അങ്ങനെയെല്ലാം പറയാൻ പറ്റുമോ? അടുത്തൊരു കാര്യം നമ്മൾ ചിന്തിച്ച് ഈ കാലിൽ ചെരുപ്പിടാത്ത കാര്യമൊക്കെ പറഞ്ഞു. ചെറിയ ചിന്തയാത്, വളരെ ചെറുതാ. അത് ഗ്രഹിക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടട്ടെ അല്ലേ? ചില സെക്കൻഡുകൾ അത് പറഞ്ഞതെങ്കിലും അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. അടുത്തത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ദിവസങ്ങളിൽ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ പോലും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് ഉത്തമഗീതത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇന്ന് വായിച്ചത്. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, നീ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം എന്ന് പറയുന്നത്. തോട്ടമെന്നും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ഇതെല്ലാം ദൈവസഭയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. അത് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയയിൽ കൊണ്ടുപോയി ചാർത്തിയത് കാണുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. വിശുദ്ധ മറിയയും സഭയുടെ ഭാഗമാകട്ടോ സഹോദരങ്ങളെ. വിശുദ്ധ മറിയയും സഭയുടെ ഭാഗമാണ്. മറിയയും കൂടെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കാം. മാതാവ് എന്നുള്ള നിലയിലല്ല വിളിച്ചിരിക്കുന്നത്. മറിയയ്ക്ക് മാത്രം കൊടുക്കാവുന്ന ഒരു ആശയമല്ല അത്. എന്നെയും നിങ്ങളെയും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. നമ്മെ സംബന്ധിച്ചാണ് പറയുന്നത്. നാം കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. ദൈവസഭ കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് മറിയും, വിശുദ്ധ മറിയും അല്ലേ? അതായത് കുഞ്ഞാടിൻ്റെ കാന്ത എന്നുള്ളൊരു വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ മറിയും കാന്തയാണ്, അല്ലാതെ അമ്മയോ മാതാവൊന്നും അല്ല. മറിയും കുഞ്ഞാടിൻ്റെ കാന്ത എന്ന നിലയിൽ ഒരുങ്ങിയ ഒരു ഭക്തയായ സ്ത്രീരത്നമാണ്. യേശുക്രിസ്തുവിൻ്റെ തേജസ്സിലുള്ള ആ വെളിപ്പെടലിൽ സഭയുടെ കൈ പിടിക്കുമ്പോൾ അതിനകത്ത് മറിയുമുണ്ട്. നമ്മളുകൊണ്ട് മറിയം ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതിന് പകരം സഭയെ കൊണ്ടുപോയി മാതാവെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് തലതിരിച്ച് പഠിപ്പിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇത്. 3 നൂറ്റാണ്ടിന് ശേഷം സഭയ്ക്ക് സംഭവിച്ച മൂല്യശോഷണത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ആയിരങ്ങളാണ് പുറത്തേക്ക് വന്നത്. മലയാളക്കരയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇത്തരം ബന്ധനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇനിയും അനേകർ വരണം. അതിന് ഇടക്കാലത്ത് ഒരു 2000-ന് ശേഷം ആ വരവ് കുറഞ്ഞുപോയി. ഫറവോൻ കൂടുതൽ കുരുക്ക് മുറുക്കി. അത് മാത്രമല്ല, ജനം ഇറങ്ങി വരേണ്ട സ്ഥലം, ഈ തോട്ടത്തിൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായി. ഇവിടെ ഇപ്പോൾ 1 വെച്ചാൽ 2 കിട്ടും എന്നുള്ള പ്രസംഗങ്ങളൊക്കെയാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമല്ല. നിന്നെ ഉയർത്തും മാനിക്കും എന്നുള്ള പാട്ടൊക്കെ പാടി അങ്ങനത്തെ പ്രസംഗങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജനം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊണ്ട് ഇറങ്ങി വരുന്നില്ലാത്തൊരു കാലമാണ്. അതിൻ്റെ കാരണക്കാരും ഞാനും നിങ്ങളും ആകുന്ന ഈ പെന്തക്കോസ്ത് സമൂഹമാണ്. വേർപെട്ടവരെന്നൊക്കെയുള്ള ഒരു പേരിൽ പണ്ട് കാലത്ത് അറിയപ്പെട്ടു. ഇന്ന് വേർപെട്ടവരെന്നൊക്കെ പറയാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്തിൽ നിന്ന് വേർപെട്ടെന്നാണ് ഈ പറയുന്നത്? എന്തിൽ നിന്ന് വേർപെട്ടെന്നാ? അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇന്ന് മാറ്റി പറയേണ്ട ഒരു കാലം വന്നിരിക്കുകയാണ്. പലതും മാറ്റി പറയേണ്ട ഒരു കാലം വന്നിരിക്കുകയാണ്. വിശുദ്ധി മലിനമായിരിക്കുന്ന ഒരു കാലമാണത്. കെട്ടിയടയ്ക്കപ്പെട്ട തോട്ടം, അതൊരു വലിയ പഠനമാണ് സഹോദരങ്ങൾ. സഭയെക്കുറിച്ചുള്ള മഹത്വപൂർണ്ണമായ ഒരു പഠനം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി അകലെയാണ് ഇന്ന് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. വചനത്തിലേക്ക് മടങ്ങി വരുവാനുള്ളൊരു ആഹ്വാനം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, മലയാളക്കരയിലുള്ള സകലമാന മനുഷ്യരും ഇന്ന് ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നു. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ സന്തോഷത്തോടെ അത് ആഘോഷിക്കട്ടെ. വിളവെടുക്കാനുള്ളവർ കടവന്തറയിലും, എറണാകുളത്തെ കാര്യമാണ് പറയുന്നത്, കടവന്തറയിലും വൈറ്റിലയിലൊക്കെ വിളവെടുപ്പ് ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അവരൊക്കെ വിളവെടുക്കട്ടെ. വിളവെടുത്ത് ആദ്യഫലമായിട്ട് പള്ളിയിലോ അമ്പലത്തിലോ എവിടെയാണെന്ന് വെച്ചാൽ പോകട്ടെ.
എന്നാൽ ഇതിൽ നിന്നെല്ലാം സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണ് തുറന്ന് രക്ഷപ്പെടുത്തി വിട്ടതോർത്ത് ആശ്വാസത്തോടെ നമുക്ക് പിരിയാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.